ശേഷമെത്തിയ BJP പ്രവർത്തകരാണോ ഇത് തന്നത് കിറ്റുകൾ? കഴിഞ്ഞ പ്രാവശ്യം ഈ കിറ്റുകൾ തന്നത് ഇപ്പോൾ ഇന്നലെ കിട്ടി. അത് BJP തന്നെ, വേറെ ആരുമില്ല. BJP പിന്നെ മറ്റേ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു, പിന്നെ ജോണി ഉണ്ടായിരുന്നു, പിന്നെ 5-6 ആൾ വേറെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ BJP അല്ലാത്ത കോൺഗ്രസ് മാർക്സിസ്റ്റുകാരല്ല. BJPക്കാർ കിറ്റ് തന്നിട്ട് എന്താണ് നിങ്ങളോട് ആവശ്യപ്പെട്ടത്? ആവശ്യപ്പെട്ട് അവർക്ക് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട് ഞങ്ങൾ പറഞ്ഞ ആയിക്കോട്ടെ തരാം. ഞങ്ങളിപ്പോൾ ഞാൻ എൻ്റെ വിശ്വസിച്ചുള്ള പാർട്ടിക്കല്ല, ഞാൻ വേറെ ഒരു പാർട്ടിയും കൊടുക്കില്ല. എനിക്ക് എന്ന് വോട്ട് തുടങ്ങി അന്ന് മുതൽ ഞാൻ ഇടത്തോട്ടല്ലാണ്ട് വലത്തോട്ട് ഇതുവരെ പോയിട്ടില്ല. അത്തരം പ്രലോഭനങ്ങളൊന്നും വീഴില്ല അവരെന്തൊക്കെ കൊണ്ട്? എന്തുകൊണ്ട് തന്നാലും അതിൽ ഞാൻ വീഴില്ല. പിന്നെ അഥവാ മരിച്ചു പോയാൽ മാത്രം എൻ്റെ വോട്ട് വേറെ പോകില്ല. മരിക്കുന്നവരൊക്കെ എടുത്തല്ലാതെ വലത്ത് പോകില്ല. ഈ പ്രദേശത്തുള്ള വിവിധ കോളനികളിൽ ഇങ്ങനെ കിറ്റുകൾ കൊടുത്തെന്നാ പറയുന്നത്. ഞാൻ കണ്ടില്ല, കേട്ടില്ല. ഇപ്പം പറഞ്ഞാൽ കേട്ടിന് തോണിക്കട ഇത് അവിടെയൊക്കെ കൊടുത്തിരുന്നുള്ളു. പക്ഷെ നമ്മൾ ആ ഭാഗത്തൊക്കെ പോക്കില്ലല്ലോ, നമുക്ക് അതിനെ പറ്റി. കിറ്റിൽ എന്തൊക്കെയുണ്ടായിരുന്നു? കിറ്റിൽ മുളകും പൊടി, മല്ലിപ്പൊടി, പിന്നെ ഒരു അരക്കുന്ന സോപ്പ്, പിന്നെ കുളിക്കുന്ന ഒരു സോപ്പ്, പിന്നെ 1 കിലോ റവ ഉണ്ടായിരുന്നു, പിന്നെ പഞ്ചസാര ഉണ്ടായിരുന്നു, പിന്നെ അര ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, അത്തരം സാധനമേ ഉള്ളൂ. ഇത് തന്നിട്ട് BJP കെ സുരേന്ദ്രൻ വോട്ട് ചെയ്യണമെന്നാണ് അവരാവശ്യപ്പെട്ടത്. ഞങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ, നമ്മളേതായാലും പണം നൽകിയോ? പണം എന്താ, ഒരു ചെറിയ കുപ്പിക്ക് തന്ന് 200 രൂപ, അതിലപ്പുറമൊന്നുമില്ല. വേറെ ആർക്കും ഇവിടെ മദ്യപിക്കാൻ വേണ്ടിയിട്ട് പണം തന്നുമായിരിക്കും. ഞാൻ അന്വേഷിച്ചതാണ്, എനിക്ക് മദ്യപിക്കണം, എനിക്ക് ഒന്നും അടിക്കലില്ല. ഞാൻ പറഞ്ഞു എനിക്കിനകത്ത് അടിക്കണം, ഒരു ചെറുതിനുള്ള പൈസ വേണമെന്ന് പറഞ്ഞു. പിന്നൊന്നും തന്നില്ല. പിന്നെ ഇവിടെ ഉള്ളവർക്ക് ആരും കൊടുത്തില്ല, പൈസ കൊടുത്തില്ല. ഇവിടെ തന്നെ എത്ര വീടുകളുണ്ട്? ഇവിടെ 8 വീടുണ്ട്. 8 വീടുകളിലും കൊടുത്തു. 8 വീട്ടിൽ മറ്റേ ഒരു വീട്ടിലല്ല 7 വീടുള്ളൂ. 7 വീട്ടിൽ എല്ലാവരും കിറ്റ് കൊടുത്ത്, പിന്നെ അവരപ്പം തന്നെ പോവുകയും ചെയ്ത്. BJP പ്രവർത്തകർ വയനാട്ടിൽ 1-ലധികം ഇടങ്ങളിൽ ഭക്ഷ്യക്കിറ്റ്. തൃശൂരിൽ വീടൊന്നിന് 500 രൂപ. ആറ്റിങ്ങലിൽ 1-ലധികം തവണ വോട്ടിന് പണം കോൺഗ്രസ് വക. വടകരയിൽ ദീനിയായ 5 നേരം നിസ്കരിക്കുന്ന ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്യണമെന്ന് വാട്സപ്പ് സന്ദേശം. പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഒരു രാത്രി മാത്രം ശേഷിക്കെ സജീവമാകുന്ന വിഷയങ്ങൾ ജനാധിപത്യത്തിൽ നല്ല മാതൃകയെന്ന് വിശേഷിപ്പിക്കാവുന്നതല്ല. ഉത്തരേന്ത്യൻ മാതൃക രാഷ്ട്രീയം കേരളത്തിലും ഇടപെട്ടു തുടങ്ങിയതിന്റെ സൂചന മുൻപ് തന്നെ നമ്മൾ കണ്ടു തുടങ്ങിയതാണ്. ഒരു സാധ്യതയുമില്ലാത്ത മണ്ഡലത്തിൽ കെ സുരേന്ദ്രനെ BJP സ്ഥാനാർത്ഥിയായി നിർത്തിയതും പരാജയത്തിന്റെ പട്ടികയിൽ സംപൂജ്യനാകാൻ കെ സുരേന്ദ്രൻ തയ്യാറായതും വെറുതെയാണെന്ന് കരുതാൻ വയ്യ. കണ്ടെത്തിയ കിറ്റുകൾക്കപ്പുറം സുരേന്ദ്രൻ മണ്ഡലത്തിൽ ഒഴുക്കിയതും സ്വന്തം പോക്കറ്റിലേക്ക് തിരുകിയതും എത്രയാണ്? ത്രികോണപ്പോരെന്ന് വിശേഷിപ്പിച്ച മണ്ഡലങ്ങളിലെ ഗ്രൗണ്ട് റിയാലിറ്റി എന്തായിരുന്നു? കൊട്ടിക്കലാശത്തിലെ ആവേശം ആർക്കനുകൂലമായിരുന്നു? 2019 ട്രെൻഡ് ആവർത്തിക്കുമെന്ന കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം എത്ര? അയോധ്യ സന്ദർശനത്തിന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ ന്യൂനപക്ഷങ്ങൾ എത്ര കണ്ട് വിശ്വാസത്തിലെടുക്കണം? CAA-യിലൂന്നിയ പ്രചാരണം ഇടതുമുന്നണിയെ എത്ര കണ്ട് തുടച്ചിട്ടുണ്ട്? വിധിയെഴുത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു. കേരളത്തിന്റെ വിധി രാജ്യത്തിന്റെ ഗതിയെ നിർണ്ണയിക്കുന്നതാകുമോ? ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് ഡോക്ടർ എ സമ്പത്ത് CPIM-ൽ നിന്നും, ഡോക്ടർ സോയ ജോസഫ് കോൺഗ്രസ് നേതാവ്, പ്രിഞ്ചു മഹാദേവ BJP-യിൽ നിന്നും, അഡ്വക്കേറ്റ് L. ലാൽകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. പ്രിഞ്ചുവിലേക്ക് പോകുന്നു ആദ്യം. പ്രിഞ്ചു, 2 അക്കം കടക്കുമെന്ന ആത്മവിശ്വാസം ആദ്യമേ കേരളം എഴുതി തള്ളിയതാണ്. അപ്പോഴും അക്കൗണ്ട് തുറക്കുമെന്ന വലിയ ഉറപ്പ് BJP-ക്ക് ഉണ്ടായിരുന്നു. അത് ഈ കിറ്റുകളുടെയും പണത്തിന്റെയും ഒക്കെ പിൻബലത്തിലാണോ? അങ്ങനെയല്ല. BJP-യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്മവിശ്വാസമുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വികസന അജണ്ട നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷമായി ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള, പ്രത്യേകിച്ച് അടിസ്ഥാന ജനവിഭാഗത്തിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികളുടെ പൂർത്തീകരണം, അതുമായി ബന്ധപ്പെട്ട് വീണ്ടും മോദി ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന ഗ്യാരണ്ടി, ആ ഗ്യാരണ്ടിയുടെ പുറത്ത് വീണ്ടും മോദി സർക്കാർ വരുമെന്നുള്ള ആത്മവിശ്വാസം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കുണ്ട്.
ആ ആത്മവിശ്വാസം തന്നെ കേരളത്തിലും പ്രതിഫലിക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ ഭൂപടത്തിൽ ഇടത് വലത് മുന്നണികൾ മാത്രം നിറഞ്ഞു നിന്നിരുന്ന കേരളത്തിൻ്റെ മണ്ഡലത്തിൽ BJP രണ്ടക്കത്തെക്കുറിച്ച് ചിന്തിക്കുകയും BJP വിജയിക്കുമെന്നും BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഒക്കെ വർദ്ധിപ്പിക്കുമെന്ന രീതിയിലൊക്കെ ചർച്ചകളിലേക്ക് ഈ തവണ മാറിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്മവിശ്വാസമുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് കേരളത്തിലും താമര വിരിയും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കേരളത്തിൽ താമര വിരിയും. ഇപ്പോൾ പ്രിന്റു തന്നെ പറയുന്നു നരേന്ദ്രമോദിയിലുള്ള വലിയ വിശ്വാസവും കേന്ദ്ര സർക്കാരുള്ള ആത്മവിശ്വാസവും നിങ്ങൾക്കുണ്ട് എന്ന്. അത് അമിതമായുള്ള സാഹചര്യത്തിൽ എന്തിനാണ് പ്രിന്റു മണ്ഡലങ്ങളിൽ ഇങ്ങനെ പണം നൽകുന്നത്, ഭക്ഷ്യക്കിറ്റ് നൽകുന്നത്? അതോ ചില മണ്ഡലങ്ങളിൽ മാത്രം അങ്ങനെ ചെയ്യുന്നത് ആ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിയിലുള്ള ആത്മവിശ്വാസക്കുറവാണോ? ഞങ്ങൾ അങ്ങനെ ആർക്കും ഭക്ഷണ കിറ്റ് നൽകിക്കൊണ്ടോ പണം നൽകിക്കൊണ്ടോ വോട്ട് നേടുന്ന ഒരു പ്രസ്ഥാനമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വീടിനകത്ത് കൃത്യമായിട്ട് നരേന്ദ്രമോദിയുടെ പദ്ധതികൾ എത്തിച്ചിട്ടുണ്ട്. ആ പദ്ധതികളുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ കേട്ട പ്രതികരണം വയനാട്ടിലെ ഒരു കോളനിയിൽ നിന്നുമുള്ള ഒരു സാധാരണക്കാരായ മനുഷ്യന്റെ പ്രതികരണമാണ്. ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളതിൽ ആ മനുഷ്യന് ഒരു സംശയവുമില്ല. എന്തൊക്കെ തന്നാലും എൻ്റെ വോട്ട് ഇടത്തേക്ക് തന്നെയാണ്, അതാണ് എൻ്റെ പാരമ്പര്യമെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അതിന് മുൻപ് പറയുന്ന കാര്യം പ്രിന്റു, പക്ഷേ കിറ്റിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആരൊക്കെയാണ് ആ കിറ്റുകൾ വീട്ടിലേക്ക് എത്തിച്ച ആളുകൾ എന്ന് പറയുന്നുണ്ട്. മദ്യം വാങ്ങാൻ 200 രൂപ നൽകിയെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയും കൊടുത്ത ശേഷം BJPക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുവെന്നും പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് തള്ളിക്കളയാനാകുക ഇതിനെയൊക്കെ? അല്ല, അങ്ങനത്തെ ആരോപണങ്ങളുമായിട്ടൊക്കെ പലതരത്തിലുള്ള ആളുകൾ പ്രത്യക്ഷപ്പെടുകയും ഇത്തരത്തിലുള്ള വൈറ്റുകളൊക്കെ കൊടുക്കുന്ന സാഹചര്യമൊക്കെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് പലതരത്തിലുള്ള BJP നേതാക്കൾക്കെതിരെ നടപടിയിട്ടതും FIR രജിസ്റ്റർ ചെയ്തതും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്റു? അല്ല, അതൊരു പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് BJP അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു കാലഘട്ടത്തിൽ മുതിർന്നിട്ടില്ല. അത് വെച്ച് കേരളം പോലൊരു സംസ്ഥാനത്ത് പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ കിറ്റും പണവും കൊടുത്തു കഴിഞ്ഞാൽ വോട്ട് ചെയ്യുമെന്ന് അസിതയെ പോലുള്ള ആളുകൾ ചിന്തിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള സമയനഷ്ടത്തിനോ ഇത്തരം കാര്യങ്ങൾക്ക് BJP പോലുള്ള ഞങ്ങളുടെ സമയം ചെലവാക്കുന്നത് കേരളത്തിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അങ്ങനെയല്ല. ഇത്തരത്തിലുള്ള 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിറ്റ് കൊടുത്താൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് അല്ല, ഞാൻ പറയുന്നത് ഇത് കേരളത്തിൽ അരിയാഹാരം ആളുകൾ വിശ്വസിക്കുമോ? 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ പ്രബുദ്ധ ജനത വോട്ട് ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അരി കൊടുത്തു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള നമ്മുടെ മുന്നിൽ ഈ വരുന്ന തെളിവുകളും പോലീസ് എടുത്ത FIR-ഉം കേസും ഒക്കെയല്ലേ നമുക്ക് വിശ്വസിക്കാൻ കഴിയൂ? ഈ മനുഷ്യരാണ് നമ്മുടെ മുന്നിൽ വന്ന് പറയുന്നത് ഭക്ഷ്യക്കിറ്റ് നന്നു എന്നിട്ട് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പോലീസ് അന്വേഷിക്കട്ടെ. വസ്തുത അരിയുടെയും പണത്തിന്റെയും വസ്തുതകളൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ചിട്ട് FIR-നെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്രിന്റു നോക്കൂ, പോലീസ് അന്വേഷിച്ചിട്ട് FIR-ൽ BJP പ്രവർത്തകരാണ് ഇത് നടത്തിയതെന്നുള്ളതിന് FIR ഉണ്ട്. ഞാൻ അതിനെ കുറിച്ചാണ് പറയുന്നത്. പുറത്തു വരട്ടെ. പുറത്തു വന്ന FIR-നെ കുറിച്ചാണ് സുഹൃത്തെ പറയുന്നത്. FIR-ലെ കാര്യങ്ങളൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. പണം നൽകി ഭക്ഷ്യക്കിറ്റ് നൽകി വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിച്ചു. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യുമെന്നൊക്കെ മിഥ്യാധാരണ ഒരു പ്രസ്ഥാനങ്ങൾക്കുണ്ടെന്ന് എനിക്ക് കരുതുന്നു. ഇനി കോൺഗ്രസ്സുകാരെ ബാക്കിയുള്ള CPM-കാർ കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ധാരണ പുറത്ത് BJPക്ക് എന്തായാലും അങ്ങനെ ഒരു ധാരണ ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടത് വലത് മുന്നണികൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നോക്കൂ, വികസനത്തെക്കുറിച്ചുള്ള ചർച്ചയില്ല. ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ 2 മുന്നണികൾ കേരളത്തിൽ ഗുസ്തിയും പുറത്ത് ദോസ്തിയുമാണ്. രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും ഇന്ത്യ മുന്നണി 2 ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കം നടക്കുന്നു. കേരളത്തിലെ ജീവൽ പ്രശ്നങ്ങളെക്കുറിച്ച് ഇടത് വലത് മുന്നണികൾ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും സംസാരിക്കുന്നില്ല. കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഈ CIA പോലെയുള്ള ബോംബുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ വലിയൊരു പ്രക്ഷുബ്ധാവസ്ഥയ്ക്കുള്ള ശ്രമം നടത്തി, അതും ചീറ്റിപ്പോയി. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നോക്കൂ, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും മോദിക്കെതിരെ നടത്തിയിട്ടില്ല. നമുക്ക് കരുതാൻ കഴിയും. നമ്മുടെ മുന്നിലുള്ള തെളിവുകളും ദൃശ്യങ്ങളും അതാണ്. ഞാൻ മടങ്ങി വരാം. ഡോക്ടർ എ സമ്പത്ത് വളരെ സജീവമായി രാഷ്ട്രീയം ചർച്ച ചെയ്തു എന്ന് നമ്മൾ കരുതിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. പക്ഷേ നിശബ്ദ പ്രചരണത്തിന്റെ ആദ്യ മണിക്കൂറുകൾ മുതൽ തന്നെ വരുന്ന വാർത്തകൾ ഇത്തരം ഭക്ഷ്യക്കിറ്റിന്റെയും വോട്ടിന്റെയും ഒക്കെയാണ്. അവസാന മിനിറ്റുകളിൽ ഇത്തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്നവരാണോ കേരളത്തിലെ വോട്ടർമാർ? കേരളത്തിലെ സമ്മതിദായകർ പൊതുവിൽ അവർ വിവേകത്തോടു കൂടിയും തങ്ങളുടെ സമ്മതിദാനാവകാശം ഈ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക നീതിയും രാഷ്ട്രീയ നീതിയും ഉറപ്പുവരുത്തുന്നതിനും നിലനിർത്തുന്നതിനും ഭരണഘടന അനുശാസിക്കുന്ന നിലയിലുള്ള ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന്. അതിനെല്ലാം വലിയ അർത്ഥതലങ്ങളാണുള്ളത്. അത് വെറും വാക്കുകൾ മാത്രമൊന്നുമല്ല.
കേരളം രാഷ്ട്രീയമായി വളരെ ബോധനിലവാരമുള്ള ഒരു സംസ്ഥാനമാണ്. അത് ഈ മലയാളക്കര അത് നമ്മൾ ഐക്യകേരള സംസ്ഥാനമാകുന്ന വേളയിൽ തന്നെ പഴയ തിരുക്കൊച്ചി അപ്പുറത്ത് മലബാർ എന്നൊക്കെ ഉള്ളത് നമ്മളൊരു സംസ്ഥാനമായി രൂപീകൃതമാകുമ്പോൾ മുതൽ പൊളിറ്റിക്കൽ സെൻസിറ്റിവിറ്റിയും വളരെ കൂടുതലാണ് കേരളത്തെ സംബന്ധിച്ച്. എന്നാൽ അതൊരു വൈകാരികമായ നിലയിലേക്ക് പോകുന്നതല്ല. ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് അവർ ഈ കൃത്യമായ വിലയിരുത്തലുകൾ നടത്തുന്നതാണ്. കേരളത്തിൻ്റെ പൊതുബോധമണ്ഡലം എന്നുള്ളത് ഒരു ഇടതുപക്ഷ അനുഭാവ ബോധമണ്ഡലമാണ്. അതായത് ഞാനീ ഉദ്ദേശിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധി എഴുതുന്നവരും പ്രവർത്തിക്കുന്നവരും നേതാക്കളും എന്നുള്ളത് മാത്രമല്ല, രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുന്നവരായിട്ടുള്ളവർ പോലും പലപ്പോഴും ഈ ഇടതുപക്ഷ സ്വഭാവം അവർക്ക് കൈക്കൊള്ളേണ്ടതായി വരും. അത് കേരളത്തിൻ്റെ പുരോഗമന ആശയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിൽ ഇത്തരത്തിൽ പണത്തിൻ്റെ കുത്തൊഴുക്ക്, പിന്നെ അതുപോലെ തന്നെ ചില ഭക്ഷ്യവസ്തുക്കൾ അല്ലെങ്കിൽ പിന്നെ ഈ വസ്ത്രങ്ങൾ, ഇങ്ങനെയൊക്കെ പലതും നമ്മൾ ഉത്തരേന്ത്യയിലെല്ലാം വല്ലാതെ കേട്ടിട്ടുള്ളതാണ്. ഇതെല്ലാം വാസ്തവത്തിൽ അങ്ങനെ നൽകാനായി കഴിയുന്നെങ്കിൽ, ഞാനിപ്പോൾ ഇത് പറയുന്നത് ഞാനൊരു 2 മിനിറ്റ് കൊണ്ട് ചുരുക്കാം അസിത. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ സമൂലമായ പരിഷ്കരണം വേണം എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആവശ്യപ്പെട്ട പാർട്ടിയാണ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിന്നീട് CPIM. ഇക്കാര്യത്തെ സംബന്ധിച്ച് വിശദമായ ചർച്ച അഖിലേന്ത്യാ തലത്തിൽ EMS CPIMൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് അതിനുവേണ്ടി തുടക്കവും കുറിച്ചതാണ്. പല രാഷ്ട്രങ്ങളിലും സ്റ്റേറ്റ് ഫണ്ടിംഗ് ആണ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്. അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അത്തരത്തിൽ തെരഞ്ഞെടുപ്പിനായി പോയി പണം സംഭരിക്കുക, പണം ചെലവഴിക്കുക എന്നുള്ളതല്ല. ഇതെല്ലാം കൃത്യമായി തന്നെ അത് ആ രാഷ്ട്രീയ കക്ഷികൾ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കേണ്ടതിനെ സംബന്ധിച്ച് ഇത് ഒരു ഭാഗം. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ജർമ്മനി പോലുള്ള പല രാഷ്ട്രങ്ങളിലും അത്തരത്തിൽ ഇതെല്ലാം സ്റ്റേറ്റ് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ വിധത്തിൽ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതല്ല. ഇവിടെ ഇപ്പോൾ അസിത പറഞ്ഞതുപോലെ ഇത് പ്രഥമ വിവര റിപ്പോർട്ട് എടുത്തു അല്ലെങ്കിൽ കേസ് എടുക്കുന്നു അത്തരം കാര്യങ്ങളിലേക്കുള്ളതിൻ്റെ അല്ല. ഇതിലെ വലിയ അപകടം എന്താണെന്നറിയാം. അതിൽ അപകടം എന്നുള്ളത് ഈ മയക്കുമരുന്നുകൾ അത് ഈ ചില ഈ കൗമാരപ്രായക്കാരും യൗവനത്തിലേക്ക് കിടക്കുന്നവരും ഒരു ജസ്റ്റ് ഫോർ കമ്പനി സേക്ക് എന്ന് പറയുന്നത് പോലെ ഒന്ന് പരിശോധിച്ചുകൂടെ എന്നുള്ളത് പോലെ, വൈ ഡോണ്ട് യു ടേസ്റ്റ് ഫോർ അറ്റ്ലീസ്റ്റ് വൺസ് എന്നൊക്കെ ചോദിക്കുന്നത് പോലെ, അങ്ങനെ ആയാൽ അതിലേക്ക് തന്നെ അഗാധമായ കൊക്കയിലേക്ക് ആണ്ടുപോകുന്നത് പോലെ ഈ അഴിമതിക്ക് വിധേയമായാൽ, അഴിമതിക്ക് അത്തരത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള അഴിമതിക്ക് അത്തരത്തിൽ ഈ ഭരണകൂടത്തിൻ്റെ തലപ്പത്തുള്ളവരും രാഷ്ട്രീയ പ്രവർത്തകരും വിധേയരായാൽ ഈ അഴിമതിക്കുള്ളൊരു ഒരു 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 ത്വര, ക്രേവ് എന്ന് പറയാം ഇംഗ്ലീഷിൽ, ദ ക്രേവ് ഫോർ കറപ്ഷൻ, ഇത് ഈ സമ്മതിദായകരിലും ഇത്തരത്തിൽ പലയിടങ്ങളിലും ഇത് സംഭവിച്ചുകൂടാതെ ഇല്ല. ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നുവോ അല്ലെങ്കിൽ വിജയിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതിൻ്റെ അല്ല, ഇത് ഇത്തരത്തിൽ നൽകപ്പെടുമ്പോൾ പിന്നീട് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇത് ലഭിച്ച ആളുകളെ സംബന്ധിച്ച് അവർ ഇന്നതാണല്ലോ നൽകുന്നത്, നിങ്ങളെന്താ നൽകുന്നത്, അവരെന്താണ് നൽകുന്നത് എന്നുള്ള നിലയിലേക്ക് ഒരു ത്വര സ്വാഭാവികമായി ഉണ്ടാവും. അതായത് നേരായ രീതിയിലുള്ള സമ്മതിദാനാവകാശ വിനിയോഗത്തിന് തൻ്റെ മനസ്സിനെ അത്തരത്തിൽ സ്വതന്ത്രമായി വിനിയോഗിക്കുന്നതിന് പകരം രാഷ്ട്രീയമായ അബദ്ധസഞ്ചാരത്തിൻ്റെ അബദ്ധക്കുഴികളിലേക്ക് ചെന്ന് വീഴാനായി അവർ ഈ വിധത്തിൽ സ്വമേധയ അല്ലെങ്കിലും ഇങ്ങനെ അത് തയ്യാറായേക്കും. ഞാനത് എന്താ പറയുന്നതെന്നറിയാം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെ ഇപ്പോൾ മുമ്പ് പല ചർച്ചകളും ഇതിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ കോൺഗ്രസ്സുകാരുമായിട്ടും BJPക്കാരുമായിട്ടും ഉള്ള തർക്കങ്ങൾ പലതും നടക്കുമ്പോൾ അതിൽ ചോദിക്കാറുള്ളൊരു പല ഗവൺമെൻറ്റുകളും അട്ടിമറിക്കപ്പെട്ടത് അത്തരത്തിൽ ജനങ്ങളുടെ പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടവർ, ആരെങ്കിലും പാർട്ടി മാറിപ്പോയതിനെ സംബന്ധിച്ചാൽ പ്രതിനിധികളായി ഇരിക്കുന്ന വേളയിൽ തന്നെ അത്തരത്തിൽ തൻ്റെ ഈ താൻ കൂടി ഉൾപ്പെടുന്ന മുന്നണിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി, അത്തരത്തിൽ അധികാരം അപ്പുറത്തേക്ക് നൽകുന്നതിന് വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് സിംപ്ലി ഒരു ആയാറാം ഗയാറാംമാരുടെ മാത്രം കഥയല്ല. അവിടെ നിന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് എവിടെയാണ്? സൂററ്റ് എന്ന ഒരു ലോക്സഭാ മണ്ഡലം ആം ആദ്മി പാർട്ടി ആ ലോക്സഭാ മണ്ഡലം കോൺഗ്രസിനോട് ആവശ്യപ്പെടുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് മത്സരിക്കാൻ ഇത് നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ മണ്ഡലം കോൺഗ്രസ് തന്നെ അവിടെ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. മുമ്പ് കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്നതായ ഒരു മണ്ഡലം കൂടിയാണെന്നുള്ളത് ശരി. ഡോക്ടറെ നമുക്കതിലേക്ക് വരാം, അത് പ്രത്യേകം തന്നെ എടുക്കേണ്ട ഒരു വിഷയമാണെന്ന് കരുതുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് പോയിട്ട് ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. അതിൽ താങ്കൾ പറയേണ്ട പോയിന്റ് വളരെ ക്ലിയറായി പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് സോയയിലേക്ക് പോകുകയാണ്. സോയ ജോസഫ്, പല വിഷയത്തിലും BJPക്കെതിരെ വിമർശനം ഉന്നയിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തിൽ കോൺഗ്രസ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ എ സമ്പത്ത് പറഞ്ഞതുപോലെ ഈ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അപകടമുണ്ട്. BJPയുടെ വഴിയിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല കോൺഗ്രസിന്റെ ലൈനും. ആറ്റിങ്ങലിൽ 2 തവണയാണ്, ഇപ്പോൾ ഇന്നും വോട്ടർമാർക്ക് പണം നൽകി എന്നുള്ള ആക്ഷേപങ്ങൾ വരികയാണ്. ഇതിന് മുൻപും സമാനമായ സാഹചര്യം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു. ഈ 2ഇടത്തും കോൺഗ്രസ് ആണ് പണം നൽകുന്നത്. അപ്പോൾ കോൺഗ്രസും ഈ ഒരു ഉത്തരേന്ത്യൻ ലൈനിലേക്ക് പോകുകയാണോ BJPയുടെ പാത പിന്തുടർന്ന്? കേരളത്തിൽ UDFനെ സംബന്ധിച്ച്
ഇന്റർനാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ പണം കൊടുത്ത് ജയിക്കേണ്ട അല്ലെങ്കിൽ പണം കൊടുത്ത് വോട്ട് പിടിക്കേണ്ട യാതൊരു രാഷ്ട്രീയ സാഹചര്യവും നിലവിൽ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ അത്തരത്തിൽ ചെയ്തുകൊണ്ട് എന്തെങ്കിലും അതുകൊണ്ട് ലാഭമുണ്ടാക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസ് ഒരു കാലത്തും നടത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു തരത്തിലും അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നില്ല. ഏതെങ്കിലും അപകടം പിടിച്ച നിലയിൽ അല്ലെങ്കിൽ അത്തരമൊരു ചിന്തയിൽ നിന്നൊക്കെയാണല്ലോ ഇത്തരം തോന്നലുകൾ ഉണ്ടാകുക. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു കാലത്തും നീതീകരിക്കപ്പെടേണ്ട കാര്യമല്ല. കോൺഗ്രസ് എല്ലാ കാലത്തും ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പുകളെ നേരിടുകയും ജനാധിപത്യപരമായി ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെ ഞാൻ അതിനെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുകയാണ്. അങ്ങനെയാണ് ജനാധിപത്യ സംവിധാനത്തിൽ വേണ്ടതും. പക്ഷേ ഇതിപ്പോൾ വെറുതെ നമ്മളൊരു ആക്ഷേപമായി ചോദിക്കുന്ന കാര്യങ്ങളല്ല. ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തന്നെ ആദ്യ തവണ പണം നൽകുന്നതിനിടയിൽ പിടിച്ചത് ബിജു രമേശിനെയാണ്. ബിജു രമേശും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കോൺഗ്രസ്. ഒരു മിനിറ്റ്, ഞാൻ ആ ചോദ്യം ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. സോയ, ഞാൻ കേൾക്കാതെ പോയ ചില വാർത്തകൾ കൂടി ഞാൻ പങ്കുവെക്കാം. ഡോക്ടർ സോയ ജോസഫ്, ഞാൻ ചോദ്യം ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഒരു മിനിറ്റ് ഒന്ന് ക്ഷമയോടെ എന്നെ ഒന്ന് കേൾക്കൂ. ഞാൻ ആ ചോദ്യം ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അപ്പോൾ ആദ്യഘട്ടത്തിൽ അതാണ് നമ്മൾ കണ്ടത്. അടൂർ പ്രകാശും ബിജു രമേശും തമ്മിലുള്ള ബന്ധം നമുക്കറിയാവുന്നതുമാണ്. ഇനി അതിൽ താങ്കളുടെ വിശദീകരണം, താങ്കൾക്ക് ഒരു സ്റ്റാൻഡ് അതിൽ ഉണ്ടാകും. ശരി, അങ്ങനെയാണെങ്കിൽ നോക്കൂ, രണ്ടാം ഘട്ടത്തിൽ ഇന്നിപ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ഇന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പണം നൽകിയതിൽ കേസെടുത്തിരിക്കുന്ന 2 പേർ, അത് DCC മെമ്പർമാരാണ്. പ്രകീർത്ത്, ബാബു എന്നീ 2 DCC മെമ്പർമാർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ നേതൃത്വത്തിന്റെ അറിവോട് കൂടിയല്ല ഇങ്ങനെയെന്ന് നിഷ്കളങ്കമായി വിശ്വസിക്കണോ കേരളത്തിലെ ജനങ്ങൾ? അല്ല, കേരളത്തിലെ കോൺഗ്രസിന് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചല്ലോ, അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലവിലില്ല. നേരത്തെ താങ്കൾ അതിന് തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ 2019 ആവർത്തിക്കുമോ എന്നുള്ള ചോദ്യം ചോദിച്ചു. ഞാൻ 2019 ആവർത്തിക്കില്ല. കാരണം 2019 കോൺഗ്രസിന് 19 സീറ്റാണ് കിട്ടിയത്. പക്ഷെ ഇത്തവണ 2019 അല്ല ആവർത്തിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് 20-ൽ 20 കിട്ടുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അന്ധമായ വിരോധങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എതിർക്കാം, പക്ഷെ യാഥാർത്ഥ്യം അതാണ്. കേരളത്തെ സംബന്ധിച്ച് പിന്നെ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് വളരെ കൃത്യമായി പ്രതിഫലിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. നിങ്ങൾ കേൾക്കാതെ പോയ ചില വാർത്തകൾ കൂടി നിങ്ങൾ പറയേണ്ടി വരും. കാരണം തൃശ്ശൂരിൽ നിന്ന് വളരെ കൃത്യമായിട്ടുള്ള വാട്സപ്പ് മെസ്സേജുകളും വോയിസ് കോളുകളുടെ റെക്കോർഡുകളും അടക്കം BJP പാളയത്തിന് വോട്ട് ചെയ്യണം, BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്ന് വിളിച്ചു പറയുന്നത് CPM-ന്റെ ലോക്കൽ സെക്രട്ടറിമാരാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള വാർത്തകൾ തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ഒരു രാത്രി മാത്രം ശേഷിക്കെ ആയതുകൊണ്ട് ടു ദി പോയിന്റ് കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർ സമ്പത്ത് മറ്റൊരു വിഷയത്തിലേക്ക് പോയപ്പോൾ ഞാൻ ഇടപെട്ടതും. ഞാൻ 2 തവണ താങ്കളുടെ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചു. ഇന്നിപ്പോൾ രണ്ടാമത്തെ തവണ ഈ പണം നൽകിയതിന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നത് 2 DCC മെമ്പർമാർക്കെതിരെയാണ്. എന്താണ് കോൺഗ്രസിന്റെ മറുപടി? ഒരു തരത്തിലും ഇത്തരം ആളുകളെ ഓൺ ചെയ്യുന്നില്ല. കോൺഗ്രസിന് അത്തരം ഒരു സംസ്കാരം ഒരു കാലത്തുമില്ല. കോൺഗ്രസ് അത്തരം ആളുകളെ ഓൺ ചെയ്യുന്നുമില്ല. കാരണം നിങ്ങൾ ഈ സെലക്റ്റീവായ വാർത്തകൾ എടുക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അതായത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഏകദേശം 40 ദിവസം കേരളത്തിൽ പ്രചാരണം നടക്കുമ്പോൾ ആ 40 ദിവസം ഉണ്ടായിരുന്ന ട്രെൻഡിൽ നിന്നും വളരെ വേഗം ഒരു മാറ്റം ഉണ്ടാകുകയാണ് ഇന്നലത്തെ കൊട്ടിക്കലാശത്തിന് ശേഷം. അപ്പോൾ ഈ അവസാന മണിക്കൂറുകളിലെ വിഷയമായി നമ്മുടെ മുന്നിലേക്ക് വരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ സോയ ജോസഫ്, താങ്കൾ ഇതൊരു പ്രാദേശിക വികാരം മാത്രമാണ് എന്നാണോ താങ്കളുടെ ലൈൻ? അതിലെ എന്തായാലും കേസെടുത്തിട്ടുണ്ട് DCC മെമ്പർമാർക്കെതിരെ, പണവും കൊടുത്തിട്ടുണ്ട്. താങ്കൾക്ക് ചോദ്യം ചോദിക്കാൻ മാത്രമുള്ള അവസരമായിട്ട് എന്റെ അവസരത്തെ ഇല്ലാതാക്കരുത്. എനിക്ക് മറുപടി കൂടി പറയാനുള്ള അവസരം നൽകണം. താങ്കൾ പറഞ്ഞല്ലോ കൊട്ടിക്കലാശത്തിന് ശേഷം കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. കാരണം ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന രാവിലെ മുതലുള്ള വാർത്തകൾ നിങ്ങൾ കേൾക്കണം. EP ജയരാജനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നിങ്ങൾ കേൾക്കണം. കേരളത്തിലെ CPM-ഉം BJP-യും തമ്മിലുള്ള സജീവമായ അന്തർധാര. ഡോക്ടർ സോയ ജോസഫ്, നമുക്ക് അത്തരം വിഷയങ്ങളിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ ഞാൻ കോൺഗ്രസ് പണം കൊടുത്ത കാര്യം ചോദിക്കുമ്പോൾ താങ്കൾ തൃശ്ശൂരിലെ CPM-നെ കുറിച്ചും EP ജയരാജനെ കുറിച്ചും പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾ കരുതുക നിങ്ങൾക്കതിൽ മറുപടി ഇല്ല എന്നാണ്. ആ വിഷയത്തിൽ കോൺഗ്രസിന്റെ മറുപടി പറയൂ. 2 DCC മെമ്പർമാർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്, അതിൽ തർക്കമില്ല. അപ്പോൾ അത് പ്രാദേശിക വികാരമാണ് അല്ലെങ്കിൽ പ്രാദേശികമായ ഒഴുക്ക് മാത്രമാണ് എന്ന് അംഗീകരിക്കുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രമാണ് എന്റെ അവസരമെങ്കിൽ താങ്കൾ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക. എന്നോട് മറുപടി പറയാനുള്ള അവകാശം കൂടി നൽകേണ്ടതുണ്ട്. നിങ്ങൾക്ക് വിയോജിപ്പുകളുള്ള കാര്യം ഞാൻ ഒരുപക്ഷെ പറഞ്ഞേക്കാം. അത് വിചാരിച്ച് എന്റെ സംസാരത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് വീണ്ടും മറ്റു ചോദ്യങ്ങൾ. എനിക്ക് വിയോജിപ്പുള്ള കാര്യം പറഞ്ഞോളൂ സോയ ജോസഫ്, അതാണല്ലോ ജനാധിപത്യം. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് എവിടെയെങ്കിലും ഒരു മറുപടി വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു ചർച്ച എന്നതിന് എന്താണ് ഒരു വ്യൂ ഉണ്ടാവുക?
ഔദ്യോഗികമായി അത്തരം കാര്യങ്ങളെ ഒരു തരത്തിലും ഓൺ ചെയ്യുന്നില്ല, ഒരു തരത്തിലും ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. കേരളത്തെ സംബന്ധിച്ച് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു, അത്തരം ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തെങ്കിലും അപകടകരമായ സൂചനകൾ ഉണ്ടെങ്കിലല്ലേ അത്തരം കാര്യങ്ങളിലേക്ക് എന്ത് അപകടാവസ്ഥയിലും പോകേണ്ടതുള്ളത്. ജനാധിപത്യത്തിന് നിരക്കാത്ത ശരി. അപ്പോൾ ഈ ഒറ്റ കാര്യത്തിന് കൂടി മറുപടി, അപ്പോൾ കേസെടുത്തിരിക്കുന്ന 2 DCC മെമ്പർമാർ പ്രകീർത്ത്, ബാബു എന്ന 2 മെമ്പർമാർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ? DCC മെമ്പർമാരാണ്, സംശയമില്ല. കോൺഗ്രസ് ഒരു ഘട്ടത്തിലും ഔദ്യോഗികമായി ഓൺ ചെയ്യുന്ന കാര്യമല്ല. കോൺഗ്രസ് ഒരു ഘട്ടത്തിലും അത് ഔദ്യോഗികമായി ഓൺ ചെയ്യുന്ന കാര്യമല്ല. കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഭാരവാഹികളുടെ പേര് അതിലുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് അത് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പിണറായി വിജയന്റെ പോലീസാണ് കേരളം ഭരിക്കുന്നത് നമുക്ക് വളരെ കൃത്യമായി അറിയാം. അപ്പൊ അതുകൊണ്ടുണ്ടായിട്ടുള്ള നിങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന സംവിധാനത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന കള്ളക്കേസുകളോ അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മേൽ ഉണ്ടാക്കി വെക്കുന്ന ഇത്തരം ആരോപണങ്ങളോ അതിന് മറുപടി ശരി. പണം നൽകിയ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇട്ട FIR കള്ളക്കേസാണ്, പിണറായി വിജയനെ പോലീസ് എടുത്തതാണ് എന്ന കോൺഗ്രസിന്റെ വാദം. ശരി, ഞാൻ മടങ്ങി വരാം. അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ഈ വടകരയൊക്കെ ഒഴിവാക്കിയാൽ ആരോഗ്യകരമായ ചർച്ചകളായിരുന്നു പൊതുവിൽ ഇത്രയും ദിവസം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കൊട്ടിക്കലാശത്തോടു കൂടി നിലവിലുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഡ്രാസ്റ്റിക്കായ ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ? ഉത്തരേന്ത്യൻ മാതൃക എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ 2 പാർട്ടികളും പിന്നിലല്ല. BJP എന്ത് ചെയ്യുന്നു അത് തന്നെ കോൺഗ്രസ് ആവർത്തിക്കുന്നു. അല്ല, BJP ചെയ്യുന്നത് കോൺഗ്രസ് ആവർത്തിക്കണമല്ലോ. ഞാൻ പറയുന്നതിൻ്റെ എക്കോ കേൾക്കുന്നു, എനിക്കൊന്ന് കറക്റ്റ് ചെയ്തോളം പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞേക്കാം, പക്ഷേ എക്കോ കറക്റ്റ് ചെയ്യാൻ പറയും. നോക്കൂ, ബിജു രമേശിനെ പോലൊരു ആൾ വർക്കലയിൽ പോയി ഒരു വീട്ടിലിരിക്കുന്നു. അദ്ദേഹം എന്തായാലും ഗുരുദേവൻ്റെ മണ്ണിൽ ഗുരുദേവൻ്റെ ആശയപ്രചരണത്തിന് പോയതാണെന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം അതാണ് എൻ്റെ രാഷ്ട്രീയ ബോധ്യം എന്നെ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം ആരെയും വാർത്താമാധ്യമങ്ങളെ കണ്ടിട്ട് ഞാൻ എന്താണ് അതിനുമായിട്ട് ബന്ധപ്പെട്ടൊരു വിശദീകരണം നൽകിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അവിടെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. ആ കൺഫ്യൂഷൻ നമുക്ക് അനുമാനിക്കാൻ പറ്റുന്ന കൺഫ്യൂഷനാണ്. നോക്കൂ, ഇപ്പം പണം കൊടുക്കുന്നു, പണം കൊടുത്ത് വോട്ടർമാരെ പിടിക്കുന്നതിനെക്കുറിച്ചാണ് അസിത പറഞ്ഞത്. ഞാൻ BJP പണം കൊടുക്കുന്നു, അല്ലെങ്കിൽ 200 രൂപ കൊടുത്തു, മദ്യം കൊടുത്തു, അല്ലെങ്കിൽ മഞ്ഞപ്പൊടി കൊടുത്തു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഞാൻ അതിലൊന്നും അത്ഭുതപ്പെടുത്തുന്നില്ല. കാര്യം പണം കൊടുത്ത് കോൺഗ്രസ്സുകാരെ തന്നെ വാങ്ങിക്കുന്ന സ്ഥലത്ത് പണം കൊടുത്തിച്ചിട്ട് മഞ്ഞളും അരിയും ഒക്കെ കൊടുത്തതിലൊന്നും എന്നെ വലിയ അത്ഭുതപ്പെടുത്തത്തില്ല. ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നോക്കൂ, BJPയുടെ പ്രതിനിധി പ്രിൻറ്റു പറഞ്ഞൊരു കാര്യമുണ്ട്. അവർക്ക് ഇങ്ങനെയുള്ള പ്രചരണ ആയുധങ്ങളൊന്നും ആവശ്യമില്ല. അവർ വികസനം എന്ന് പറയുന്ന കാര്യമാണ് അവർക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. വികസനം എന്നുള്ളൊരു വാക്ക് നിങ്ങളുടെ രാജ്യത്തെ ഈ രാജ്യത്തെ പ്രധാനമന്ത്രി നേരെ ചൊവ്വേ ഇപ്പോൾ ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ടാൽ മനസ്സിലാവും. അദ്ദേഹം പറയുന്നത് പച്ച വർഗീയതയാണ് ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പച്ച വർഗീയത. ആ പച്ച വർഗീയത പറയാൻ ഒരു മടിയില്ലാത്ത ആളായി പ്രധാനമന്ത്രി മാറിയിരിക്കുന്നു. ഈ സ്ഥലങ്ങളിലെല്ലാം പോയി കോൺഗ്രസോ അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആര് തന്നെ ആകട്ടെ അവരെ ബിലിറ്റിൽ ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അതപ്പതിച്ച രീതിയിൽ സംസാരിക്കാൻ ഒരു മടിയില്ലാത്ത ആളായി പ്രധാനമന്ത്രി മാറിയിരിക്കുന്നു. നമ്മൾ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്സ്മാൻ എന്ന് പറയുന്ന ലെവലിലേക്കൊക്കെ നമ്മൾ ചിന്തിക്കും. ഈ വികസനത്തെക്കുറിച്ച് പറയാൻ താല്പര്യമില്ലാത്ത, വർഗീയതയെക്കുറിച്ച് പറയുന്ന, അപ്പുറത്ത് നിൽക്കുന്നവരെ ഇകഴ്ത്തി കാണിക്കുന്ന, ഇടിച്ചു താത്തുന്ന രീതിയിൽ സംസാരിച്ച് അപ്പുറത്തുള്ളതിനെ കമ്മ്യൂണലാക്കുക. നിങ്ങൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ സ്പീച്ച് നിങ്ങൾക്ക് നമ്മൾ അനലൈസ് ചെയ്തതാണ്, പലപ്പോഴും നമ്മൾ സംസാരിച്ചതാണ്. മുസ്ലിം വിരുദ്ധത പറയുന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. ഈ പറയുന്ന പാർട്ടിയുടെ നിങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും മേളിലുള്ള നേതാവ്, ഇതിനും ഇത്രയും വലിയൊരു നേതാവ് നിങ്ങളുടെ വാജ്പേയി പോലും ആയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ആ പുള്ളി ഇതാ പറയുന്നതെങ്കിൽ പിന്നെ ബാക്കിയുള്ളതിനെക്കുറിച്ച് നമുക്ക് ഊഹിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ വികസനമാണ് പറയുന്നതെന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? എന്നെ ജനങ്ങൾക്ക് ഇപ്പം പ്രിൻറ്റു ഉറപ്പായിട്ടും എനിക്കെതിരെയാണ് പറയാൻ പോകുന്നത്. അതിപ്പം പ്രിൻറ്റുവിൻ്റെ രാഷ്ട്രീയം, പ്രിൻറ്റുവിൻ്റെ ഇന്നത്തെ ദൗത്യം എന്ന് പറയുന്നത് അതാണ്. എനിക്കതിനകത്ത് സംശയമില്ല. പക്ഷേ എന്നെ കേൾക്കുന്ന ജനങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ന്യായമുണ്ടോ? ഇവിടുത്തെ വികസനമാണോ ഇവർ പറയാൻ പോകുന്നത്? തിരുവനന്തപുരത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വികസനമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. തിരുവനന്തപുരം, തൃശ്ശൂരുമാണല്ലോ ഇവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവിടെ പറയുന്നത് ഇതാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അകത്തോട്ട് റൂട്ടിലോട്ട് കയറി പച്ച വർഗീയത പറഞ്ഞ് കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്നുള്ള പ്രോസസ്സാണ് BJP സംഘപരിവാർ രാഷ്ട്രീയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു മടിയും എനിക്കില്ല, അത് പറയാനൊരു മടിയില്ല. ഇവർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ED വരും. അതാണ് ഇവിടുത്തെ മീനാക്ഷി ലേഖിയെ പോലെ ഒരു മന്ത്രി തന്നെ പറഞ്ഞു, നിങ്ങൾ അപ്പുറത്തിരിക്കുന്ന പ്രതിപക്ഷത്തിലെ ബെഞ്ചിലെ നോക്കി പറയാണ് മിണ്ടരുത്, നിങ്ങളുടെ പുറകെ ED വരുമെന്ന്. ഞാൻ പറഞ്ഞതല്ല, മീനാക്ഷി ലേഖി പറഞ്ഞതാണ്. മീനാക്ഷി ലേഖി ഇപ്പോഴും BJP തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്തത് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്.
രസകരമായ ഒരു കാര്യം. BJPയും CPM തമ്മിൽ അന്തർധാരയാണ്. സൂറത്തിലെ കാര്യം ഇവിടെ സൂചിപ്പിച്ചല്ലോ. സൂറത്തിലെ സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി BJP ചേരാൻ പോകുന്നു. അതുവരെ ആയിരിക്കുക. എന്താ, ആദ്യമായിട്ട് പാർലമെൻറ്റ് എന്നെ കേൾക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, 2024 തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് തീരുന്നതിന് മുമ്പ് ഒരു പാർലമെൻറ്റ് മെമ്പർ ഉണ്ടായിരിക്കുന്നു. അത് BJPക്കാണ്. BJPക്ക് എങ്ങനെ ഉണ്ടായി? സൂറത്ത് എന്ന് പറയുന്ന സ്ഥലത്ത്, ഗുജറാത്തിലെ സൂറത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളുന്നു. ആ പത്രിക സാധാരണഗതിയിൽ നമ്മൾ പത്രിക തള്ളുമ്പം നമുക്ക് പല കോപ്പീസ് അതിനകത്തുണ്ടാവും. അതൊക്കെ തള്ളി മൊത്തം പോകുന്നു. എന്നിട്ട് അപ്പുറത്തെ ആളെ ജയിച്ചതായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. പിറ്റേ ദിവസത്തെ വാർത്തയാണ് ഈ മനുഷ്യൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി BJP ചേരാൻ പോകുന്നു. ഈ പറയുന്ന BJPയും കോൺഗ്രസും ഇപ്പം CPM കാരണമാണോ? ഒറ്റ ചോദ്യമുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കാരണമാണോ സൂറത്തിലെ ഈ മനുഷ്യൻ BJP ചേരാൻ പോകുന്നത്? ഇവർക്കൊന്നും ഒരു നാണവും ഇല്ലാതെ വന്നിരുന്ന് CPM വിരുദ്ധത പറയുക. ഞാൻ ഈ മാഡത്തെ ഉദ്ദേശിച്ചല്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഇൻ ജനറൽ ഈ രാജ്യത്ത് സംസാരിക്കുന്നതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിതും ഇല്ലാതെ ഇവിടുത്തെ ഇടതുപക്ഷമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ജോലി. ആ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ മണ്ണിൽ ഒരു വേരോട്ടം ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എന്താ ഈ പറയുന്ന ഒരു BJP വേവ്, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, BJP വേവിൻ്റെ ഫ്രൂട്ടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം അനുഭവിച്ചത്. ആ BJP വേവിൻ്റെ ഫ്രൂട്ട് ഉണ്ടായിട്ട് പോലും പാർലമെൻറ്റിൽ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ ആളില്ലാതെ ഇവർ വേറെ കേരള ഹൗസിൽ പോയി ബിരിയാണി തിന്നുന്നവരായി ഇവിടുത്തെ പാർലമെൻറ്റ് മെമ്പർമാർ മാറിയായിരുന്നു. ഒരു വിഷയം, കേരളത്തിൽ നിന്നൊരു പാർലമെൻറ്റ് മെമ്പർ അവിടെ ഉണ്ട് എന്ന് തോന്നിക്കുന്നത് 1 or 2 പേരേ ഉള്ളൂ. അതൊന്ന് രാജ്യസഭയിൽ സംസാരിക്കുന്ന ജോൺ ബ്രിട്ടാസാണ്. അങ്ങനെ ഇവിടുത്തെ രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പോകുന്ന ഒരു രീതി. അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇവിടുന്ന് ഇത്രയും പേരെ വോട്ട് ചെയ്ത് 19 പേരെ വിജയിപ്പിച്ചിട്ട് ഇവിടെ എന്താ നടന്നതെന്നും അത് ആ പാർലമെൻറ്റിൻ്റെ സമയത്ത് തന്നെ, ആ ടേമിൽ തന്നെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് വരികയും മുസ്ലിംസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ മാർജിനലൈസ് ചെയ്യുന്ന ഒരു ആക്റ്റായി അത് മാറുകയും അതിനെതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. നമ്മുടെ സംസ്ഥാനം ഒരു റെസൊല്യൂഷൻ തന്നെ പാസാക്കി. പക്ഷേ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയ്ക്കകത്ത് അതിന് ഇടം കിട്ടിയില്ല. വന്നാൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഉടനെ ഞങ്ങൾ എടുത്ത കളയും. സംസ്ഥാനത്തെ നേതാവാണ് പറയുന്നത്. കേരളത്തിലിരുന്ന് AK ആൻ്റണി പറയും, VD സതീശൻ പറയും, ഒക്കെ പറയും. രാഹുൽ ഗാന്ധി പറയത്തില്ല. കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞാൽ അപ്പം ദേശീയ വാർത്തയാണ്. ദേശീയ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CAA റദ്ദാക്കും രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് അവിടെ വാർത്തയാണ്. അപ്പോൾ ഇവർ തന്നെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഞാൻ പറഞ്ഞ കോൺഗ്രസിനെ കുറിച്ചാണ് പറയുന്നത്, BJPയെ കുറിച്ചല്ല, കോൺഗ്രസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന പ്രോഡക്റ്റ് ഉണ്ടല്ലോ, സോഫ്റ്റ് ഹിന്ദുത്വ, കളിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ, അതിന് വിള്ളലേക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് മിണ്ടത്തില്ല. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് കുറേ കാര്യങ്ങൾ ചെയ്തല്ലോ. ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ കൊടി മടക്കി കൈവെക്കുന്നത് കണ്ടല്ലോ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇതിൽ പരം അധപ്പതിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഈ ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടുത്തു നോക്കുക, അതിനൊരു കൊടി ഉണ്ടെങ്കിൽ ഒരു പരിപാടിക്ക് ആ കൊടി ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. അത് BJPയോ കോൺഗ്രസോ ആര് തന്നെ ആയിക്കോട്ടെ, ഒരു വർഗീയ കക്ഷിയോ ഏത് തന്നെ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആരും ആ കൊടി ഉയർത്തിപ്പിടിക്കും. രാഹുൽ ഗാന്ധി വന്നപ്പോൾ കൊടി വേണ്ട. അതിന് കാരണം പറഞ്ഞത് ഞങ്ങളെല്ലാം കൂടെ അങ്ങ് തീരുമാനിച്ചു കൊടി വേണ്ട. ആ കൊടി വേണ്ട എന്തുകൊണ്ട് തീരുമാനിച്ചു എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചാണ്. ഇവിടുത്തെ മുസ്ലിം വോട്ടും ആണ് പ്രശ്നം. അതെ. മാത്രമല്ല, ഇന്നലെ ഇപ്പോൾ മലപ്പുറത്ത് കൊട്ടിക്കലാശത്തിന്റെ സമയത്ത് മലപ്പുറത്തെ ലീഗുകാർ തീരുമാനിക്കുകയാണ് വയനാട്ടിൽ ഞങ്ങളുടെ കൊടി ഉയർത്താൻ അനുവദിക്കാത്ത കോൺഗ്രസിന്റെ കൊടി മലപ്പുറത്ത് ഉയർത്തേണ്ടെന്ന്. അങ്ങനെ ചില സംഭവങ്ങൾ ഇന്നലെ കൊട്ടിക്കലാശത്തിനിടയ്ക്ക് ഉണ്ടാകുകയും ചെയ്തു. പ്രിഞ്ചു മഹാദേവ, താങ്കൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞു ഇത്തരത്തിൽ നരേന്ദ്രമോദിയുടെ വികസനം, അതിലാണ് നിങ്ങളുടെ വിശ്വാസം എന്നൊക്കെ. പക്ഷേ നരേന്ദ്രമോദി കേരളത്തിൽ വന്ന ഘട്ടത്തിലടക്കം അത് പറഞ്ഞ് വോട്ട് തേടാൻ നരേന്ദ്രമോദിക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രിഞ്ചു. ഏറ്റവും രസകരമായ കാര്യം, ഈ കേരളത്തിന് നൽകാനുള്ള പണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ പോയ കേരളത്തെ കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു എന്നൊരു പച്ചക്കള്ളം നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പറഞ്ഞിട്ട് പോയി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പ്രിന്റ് പറയുന്നു നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമുണ്ട് ഈ മണ്ഡലങ്ങളിലെന്ന്. നോക്കൂ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 7% വോട്ട് മാത്രം
BJPക്ക് കിട്ടിയ മണ്ഡലമാണ്. അന്ന് BDJS ആയിരുന്നു അവിടെ. അങ്ങനെ ഒരു മണ്ഡലമാണ് വയനാട്. ഇത്തവണ അവിടെ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയോടൊപ്പം ആനി രാജ എന്ന മറ്റൊരു ദേശീയ നേതാവ്. അവിടെ നിങ്ങൾ കെ സുരേന്ദ്രനെ കൊണ്ടു നിർത്തുന്നു. ഒരു കാരണവശാലും ജയിക്കാൻ സാധ്യതയില്ല എന്ന് 101% ഉറപ്പ് തെരഞ്ഞെടുപ്പിന് മുൻപ് സുരേന്ദ്രന് പോലും ഉണ്ടാകും. അങ്ങനെ ഒരു മണ്ഡലത്തിൽ കെ സുരേന്ദ്രനെ കൊണ്ടുവന്ന് നിർത്തുന്നു. അതിനുശേഷം നടക്കുന്ന ഈ രാഷ്ട്രീയ നാടകങ്ങൾ എങ്ങനെയാണ് പ്രിന്റു ജനാധിപത്യ നാട് അതിനെ കാണേണ്ടത്? അസിത, അതിനെങ്ങനെയാണ് രാഷ്ട്രീയ നാടകം എന്ന് പറയുക? രാഷ്ട്രീയം എന്ന് പറയുന്നത് സാധ്യതയാണ്. ഇപ്പോൾ നിങ്ങൾ ആനി രാജ എന്ന് പറഞ്ഞ ആനി രാജയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് പറ്റിയൊരു എതിരാളിയാണോ ആനി രാജ? അവരുടെ ഗ്രിപ്പും നിങ്ങൾ ദേശീയ നേതാവായിട്ട് അംഗീകരിച്ചുള്ളൂ. രാഹുൽ ഗാന്ധിയെ നേരിടാൻ സത്യത്തിൽ കേരളം അറിയുന്ന കേരളത്തിൻ്റെ ജനനായകൻ സുരേന്ദ്രൻ തന്നെയാണ്. ആ സുരേന്ദ്രനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അഭിമാനത്തോടു കൂടിയിട്ട് ഞങ്ങൾ കളത്തിലിറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അപഹസിക്കാം. നിങ്ങൾക്കെന്തേ ആനി രാജയേക്കാൾ നല്ല നേതാക്കന്മാർ കേരളത്തിലില്ലേ? ഞാൻ ആനി രാജ മോശക്കാരിയെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. രാഹുൽ ഗാന്ധിയെ നേരിടാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ കേരളത്തിൽ ഞങ്ങൾക്കൊരു റബ്ബർ സ്റ്റാമ്പിന് വേണം. അങ്ങനെ റബ്ബർ സ്റ്റാമ്പിനെ നിർത്തിക്കൊണ്ട് ആനി രാജ രാഹുൽ ഗാന്ധിക്കെതിരെ ഞങ്ങളുടെ പടനായകനാണ്. അതെന്തുകൊണ്ടാണ് പ്രിന്റു? തീർച്ചയായും ഒരു സംശയവും വേണ്ട. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഞങ്ങൾ നേരിട്ട് ഇടപെടുത്ത എന്താ പ്രശ്നം? നരേന്ദ്രമോദിക്കെതിരെ അവിടെ ഭക്ഷ്യക്കിറ്റ് പണവും കൊടുക്കുന്നത് BJP ആണ്. അല്ല, അങ്ങനെ അതിനെ പറയല്ലേ. ഈ ഭക്ഷ്യക്കിറ്റും പണം കൊടുക്കലൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കൊരു ദേശീയ രാഷ്ട്രീയത്തിനൊരു പ്രസക്തി ഉണ്ടല്ലോ. രാഹുൽ ഗാന്ധിക്കെതിരെ ആര് നിൽക്കുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ നമ്മുടെ മുന്നിൽ മറ്റൊരു വിഷയമുണ്ട്. സുരേന്ദ്രൻ വന്നതിന് ശേഷമാണ് വയനാട്ടിൽ മേഡം ഒരു മത്സരമുണ്ടായത്. വയനാട്ടിലൊരു മത്സരമുണ്ട്. 56%-നും 60%-നും ജയിച്ചു പോകുന്ന രാഹുൽ ഗാന്ധിക്ക് ഈസി വോക്ക് ഓവറായിരുന്നു. അവിടെ സുരേന്ദ്രൻ വന്നപ്പോഴാണ് മത്സരമുണ്ടായത്. നിങ്ങൾ ആനി രാജയെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയെന്നല്ലാതെ ഒരു മത്സരം ഉണ്ടായിരുന്നു. അപ്പൊ വയനാട് നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെ 80% വോട്ടോടുകൂടി വിജയിപ്പിക്കണമെന്ന് താല്പര്യമുണ്ടാകാം. ആ താല്പര്യത്തിന് കേരളത്തിലെ BJP നിൽക്കണമെന്ന് പറയുന്നതിൽ എന്താ ഞങ്ങളുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ അല്ല, അങ്ങനെയല്ലല്ലോ. ഞങ്ങൾ മത്സരിക്കുന്നത് തൃശ്ശൂരിൽ. BJPക്ക് 15 വർഷത്തിനപ്പുറം 50,000 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ മേഡം. 50,000 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഞങ്ങൾ 1,10,000-ലേക്ക് വന്നു. പിന്നീട് 2,93,000-ലേക്ക് വന്നു. ഇന്ന് ഈ തവണ BJP തൃശ്ശൂരിൽ ജയിക്കും. അങ്ങനെ തന്നെ. അതുകൊണ്ട് ഞങ്ങൾ കേരളത്തിൽ രാഷ്ട്രീയപരമായി വളർച്ചയുള്ള ഒരേ ഒരു പ്രസ്ഥാനം BJP ആണ്. അതുകൊണ്ട് ഞാൻ അഭിമാനത്തോട് പറയും, സുരേന്ദ്രൻ അത്ഭുതങ്ങൾ വയനാട്ടിലും സംഭവിക്കും. അതിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല. രാഹുൽ ഗാന്ധി ഈസി വാക്കോടെ വയനാട്ടിൽ വിജയിപ്പിച്ചു പോകാനുള്ള വലിയ ശ്രദ്ധ മണ്ഡലത്തിൽ നിങ്ങൾ കൊടുക്കുന്നു. അതൊക്കെ ശരിയാണ്. അവിടെ ദേശീയ നേതാക്കൾ വരട്ടെ, അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുകയും ചെയ്യട്ടെ. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ചില ഫാക്ട്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. നമ്മൾ ആദ്യം കേട്ട പ്രതികരണത്തിലടക്കം കിറ്റ് തന്ന BJPക്ക് വോട്ട് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ പറയുകയാണ്. അങ്ങനെയൊന്നും ഉണ്ടായി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥിരീകരിക്കുകയാണ്. നടപടി എടുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുകയാണ്. ആ വിഷയത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഇത്രമേൽ ആത്മവിശ്വാസമുള്ള മണ്ഡലത്തിൽ എന്തിനാണ് അവസാന മിനിറ്റിൽ ഭക്ഷ്യക്കിറ്റ് നൽകുന്നത്? തൃശ്ശൂരിൽ നിന്ന് വരുന്ന വാർത്തകൾ വീടൊന്നിന് 500 രൂപ നൽകിയെന്നാണ് പ്രിന്റു. നിങ്ങളിങ്ങനെ ഞാൻ അസിത കൃത്യമായി പറഞ്ഞല്ലോ. നിങ്ങൾ ഈ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വിശദീകരിക്കുന്ന സമയത്ത് ഒരു കിറ്റിലും ഒരു 200 രൂപയിലും ചർച്ച ഒതുക്കല്ലേ? അതൊരു ചർച്ചയുടെ നിലവാരത്താഴ്ചയിലേക്ക് പോകും. നിങ്ങൾ അതിനപ്പുറത്തേക്ക് വിഷയങ്ങളുണ്ടല്ലോ. നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ വിഷയമില്ലാതെ 200 രൂപ കിറ്റിൽ ഒതുക്കി ചർച്ച അത് നമ്മൾ പറഞ്ഞല്ലോ. നമ്മൾ ആദ്യഘട്ടത്തിൽ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് അടുത്ത കാര്യങ്ങളെ കുറിച്ച് മറുപടി പറയാൻ അനുവദിക്കണം. അതല്ല മര്യാദ. കിറ്റിന്റെ കാര്യത്തിൽ ഞാൻ മറുപടി പറഞ്ഞല്ലോ. വീണ്ടും ഞാൻ ഈ കിറ്റിനെ കുറിച്ചും 200 രൂപയെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് അങ്ങനെ പറയല്ലേ. അങ്ങനെയല്ല ഞാൻ പറയട്ടെ. അല്ല, ഗുരുതരമൊന്നുമല്ല അസിത. കേരളത്തിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, സൂറത്തിനകത്ത് ഞാൻ പറയട്ടെ. അല്ല, ഞാൻ പറഞ്ഞു, നിങ്ങൾ ചോദ്യങ്ങൾ മാത്രം ഇങ്ങനെ ഉന്നയിക്കല്ലേ. നിങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എയറിൽ നിർത്തല്ലേ. ഞങ്ങൾക്ക് ഉത്തരം പറയാനുള്ള അവസരം തരൂ. മനസ്സിലായോ? നേരത്തെ സൂറത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഞാൻ ലാൽ പറഞ്ഞ കാര്യം കൗണ്ടർ ചെയ്യണമല്ലോ. ലാൽ പറഞ്ഞു സൂറത്തിൽ BJPക്ക് എന്താണ് എതിരാളികളില്ല. അത് ഞങ്ങളുടെ കുറ്റമാണോ?
എതിരാ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് പ്രതിപക്ഷ സ്ഥാനാർത്ഥി ആളുകളെ നിർത്തണം ഞങ്ങൾ ഉത്തരവാദിത്തമാണോ? കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉണ്ടാക്കണം ഞങ്ങൾ ഉത്തരവാദിത്തമാണോ? അവിടുത്തെ മുഴുവൻ സ്ഥാനാർത്ഥികളും BJP-ക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അവരുടെ നാമനിർദ്ദേശ പത്രിക തൃശ്ശൂരിനെ കുറിച്ചും പണം നൽകിയ കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ സൂറത്തിനെ കുറിച്ചും അല്ലല്ലോ പ്രിന്റു പറയേണ്ടത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അവസാന ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, മോദിയുടെ അരി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, 25 കിലോ റേഷൻ, 25 അന്ന യോജന ജനങ്ങൾക്ക് ഞങ്ങൾ അരി കൊടുക്കുന്നുണ്ട്, ജനങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞതിനെ വളരെ ലളിതമായ സംഭവമായിട്ടാണോ പ്രിന്റ് കാണുന്നത്? അല്ല, എന്താണ് അസിതേ പറഞ്ഞത്? BJP-യുടെ ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് മേഡം. 80 കോടി ജനങ്ങൾക്ക് റേഷൻ കൊടുക്കുന്നത് ഞങ്ങൾക്കാണ് 5 കിലോ അരി കൊടുക്കേണ്ട സാഹചര്യം. ഈ രാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ പുച്ഛത്തോടെയാണ് കാണുന്നത്. നിങ്ങൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ അപമാനിക്കുന്ന സത്യത്തിൽ അരിയുടെ 200 രൂപയുടെ പേര് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ആളുകളാണ് കേരളത്തിലെ ജനത. 200 രൂപയും കിറ്റും കൊടുത്തു കഴിഞ്ഞാൽ വോട്ട് ചെയ്യുന്നവരാണ് കേരളത്തിലെ ജനത. സാഹചര്യം നിങ്ങൾ പറയുന്നത് അതിദാരിദ്ര്യന്മാരെ ഇല്ലാതാക്കിയ സംസ്ഥാനമാണ് കേരളം. അതെ, അതിദാരിദ്ര്യമില്ലാതാക്കിയ സംസ്ഥാനമാണ് കേരളം. അതിന്റെ കയ്യടി ഇവിടെ ഭരിക്കുന്ന LDF സർക്കാരിനുമാണ്. ഞാൻ മടങ്ങി വരാം. ഡോക്ടർ A. സമ്പത്ത്, ഇവിടെ ഇപ്പോൾ അവസാന നിമിഷത്തിൽ പോലും ഞാൻ അതിൽ കണ്ടൊരു ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് സോയ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്ക് അതിൽ പങ്കില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ നടപടിയെടുക്കും, അത് അവരുടെ വിഷയമാണ്. പക്ഷേ അങ്ങനെ പറയാൻ കാണിക്കുന്ന ഒരു രാഷ്ട്രീയ ആർജവം പ്രിന്റു ഇവിടെ കാണിക്കുന്നില്ല. പ്രിന്റു എന്ന് പറയുന്നത് BJP കാണിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. രാവിലെ K. സുരേന്ദ്രൻ അതിനെ മറ്റൊരു തരത്തിൽ ന്യായീകരിക്കുന്നത് കണ്ടു. ഇപ്പോൾ അത് വളരെ ചെറിയ വിഷയമാണെന്ന് പ്രിന്റു മഹാദേവ് ഒരു ചർച്ചയിലിരുന്ന് പറയുന്നു. അങ്ങനെയാണോ ഡോക്ടർ A. സമ്പത്ത്? ഒരു തെരഞ്ഞെടുപ്പിൽ അത് എത്ര രൂപയായിക്കോട്ടെ, 200 അല്ല 20 രൂപ നൽകിയാലും അതൊരു ഗുരുതര സംഗതിയല്ലേ? അസിതയുടെ ചോദ്യം അത് ഷാർപ്പാണ്, പ്രിസൈസാണ്. അതൊരു പോയിന്റ് ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം മനസ്സിലാകും ഈ വിഷയത്തെ സംബന്ധിച്ച്. ഞാൻ പ്രിന്റുവിൻ്റെയും ഒപ്പം നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ശ്രദ്ധ ഒരു കാര്യത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ശ്രീ നരേന്ദ്രമോദി നേരിട്ടു തന്നെ നുണപ്രചരണത്തിൻ്റെ വക്താവാണ്, അതിൻ്റെ നേതാവാണ്. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ഈ പറയുന്നത് ഈ ഇന്ത്യയിൽ ആദ്യമായി ഒരു സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചത് ഗുജറാത്തിലെ സബർമതിയിലാണ് എന്ന് 31-ാം തീയതി ഒക്ടോബർ മാസം 2020 അങ്ങനെ പ്രഖ്യാപനം വന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തന്നെ ഔദ്യോഗിക സൈറ്റിൽ ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കുറിപ്പും വന്നു. ഈ കുറിപ്പ് പിന്നീട് അപ്രത്യക്ഷമായി. അത് അപ്രത്യക്ഷമാകാനുള്ള കാരണമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലാണ്. 2011 ജനുവരി മാസം 23-ാം തീയതി ആരംഭിച്ച ആ രാജഹംസ് എന്നായിരുന്നു ആ സീപ്ലെയിൻ സർവീസിൻ്റെ പേര്. അത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ അഡ്മിനിസ്ട്രേഷനും അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ പവൻ ഹൻസ് എന്ന് പറയുന്ന ഈ ഇന്ത്യൻ എയർലൈൻസ് എയർ ഇന്ത്യയൊക്കെ ഉണ്ടല്ലോ, പവൻ ഹൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെലികോപ്റ്റർ കോർപ്പറേഷൻ പൊതുമേഖലയിലുള്ള ഒരു സംയുക്ത സംരംഭമായിരുന്നു. 2011 ഇത്തരത്തിൽ ആരംഭിച്ചു. ഇത് പിന്നീട് പലപ്പോഴും അവിടുത്തെ മോശപ്പെട്ട കാലാവസ്ഥ കാരണം തുടരെ നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയിലേക്കൊക്കെ വന്നു. വല്ലാതെ ഈ സീ റഫാവുമ്പോൾ, കടൽ അങ്ങനെ വല്ലാതെ അത് പ്രക്ഷുബ്ധമാവുമ്പോൾ. പക്ഷെ 10 വർഷത്തിന് ശേഷം ഇത് ഇത്തരത്തിൽ ഇന്ത്യയിൽ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത് ഗുജറാത്തിലാണ്, സബർമതിയിലാണ്. ആദ്യത്തെ യാത്രക്കാരൻ ഞാനാണ് എന്നുള്ള നിലയിലേക്ക് അങ്ങനെ തന്നെ എഴുതുകയും ഇപ്പറയുന്ന കാര്യത്തിൻ്റേത് ഔട്ട്ലുക്കിൻ്റെ ട്രാവലർ മാഗസീനിൽ 2020 അവസാനമാകുമ്പോൾ ഇത് സംബന്ധിച്ചുള്ള സത്യാവസ്ഥ പുറത്തു വരികയും ചെയ്യുന്നു. പൊടുന്നനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. ഞാൻ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്. ഇതുപോലെ നിരവധി കാര്യങ്ങൾ. അത് എണ്ണി പറഞ്ഞാൽ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പറയുന്ന ചർച്ച കൊണ്ടൊന്നും തീരുന്നതല്ല. അവിടെ നിന്ന് തുടങ്ങുന്നത് ആശാൻ എന്ത് പഠിപ്പിച്ചോ അത് തന്നെ ശിഷ്യഗണങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ഇപ്പോൾ പറയുമ്പോൾ ഈ പറയുന്നത് ഇത് തുണിയാണോ അരിയാണോ രൂപയാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അത് വളരെ ചെറുതല്ലേ എന്നൊക്കെയുള്ള കാര്യം. എത്ര ചെറുതായിരുന്നാലും അത്തരത്തിലുള്ള കാര്യം ചെയ്യാൻ പാടില്ലാത്തതാണ്, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണ്.
25 സീറ്റുകളും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന രാജസ്ഥാനിൽ നിന്ന് നേടിയതായ BJPയുടെ തന്നെ സ്റ്റാർ ക്യാമ്പയിനറായിട്ടുള്ള മോദി ഈ ദിവസങ്ങൾക്ക് അവസാനം നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ആദ്യത്തെ ഫേസ് കഴിഞ്ഞു. ആ കഴിഞ്ഞപ്പോഴത്തേക്കാണല്ലോ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള വളരെ വർഗീയ പരാമർശത്തിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുന്ന പ്രസ്താവന വന്നത്. ആ പ്രസ്താവനയെ സംബന്ധിച്ച് BJPക്കാർ പല ചർച്ചകളിലും അല്ലാതെ പല ഉരുണ്ടുകളിയല്ല നടത്തി. അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെയാണ് അതിൻ്റെ വ്യാഖ്യാനം വരെ. വ്യാഖ്യാനമൊന്നും വേണ്ട, എല്ലാവർക്കും മനസ്സിലാകുന്ന വ്യാഖ്യാനം തന്നെയാണത്. അതവിടെ പറയാനിടയായത് എന്നുള്ളത് BJPക്ക് ഒന്നാം ഫേസിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ സിറ്റിംഗ് മണ്ഡലത്തിലടക്കം പോളിംഗ് പെർസെൻറ്റേജിൽ കുറവുണ്ടായി എന്നുള്ളതാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് മുസഫർ നഗറിലെ കലാപം സഹായകമായി. അതുകൊണ്ട് BJPയിൽ അത്തരത്തിൽ വർഗീയമായ ധ്രുവീകരണത്തിന് അത് നേടിയെടുക്കാനായി കഴിഞ്ഞു. അതിൻ്റെ ഗുണമുണ്ടായി. പുൽവാമയിലെ ഭീകരാക്രമണം അത്തരത്തിൽ ഗുണകരമായി. സത്യപാൽ മാലിക്കൊക്കെ പറഞ്ഞതോ മറ്റു കാര്യങ്ങളോ അതെന്തിന് ഇന്ത്യയുടെ സായുധ സേനയിലുള്ള തലവന്മാരും അതിൻ്റെ നേരത്തെ പണിയെടുത്തിട്ടുള്ളവരുമെല്ലാം പറഞ്ഞിട്ടുള്ള ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, സഖാവ് പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇന്ത്യയുടെ പാർലമെൻറ്റ് എത്ര ദിവസമാണ് പ്രവർത്തിക്കുന്നത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയുടെ പാർലമെൻറ്റ് പ്രവർത്തിക്കാത്ത നിലയിലേക്ക് ഗവൺമെൻറ് തന്നെ കൊണ്ടെത്തിക്കുകയാണ്. ഇവിടെ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന വ്യക്തി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഗുജറാത്ത് സംസ്ഥാന നിയമസഭയുടെ ബഡ്ജറ്റ് സമ്മേളനം എന്നുള്ളത് 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ ചരിത്രമുണ്ട്. വെറും 5 ദിവസം കൊണ്ട് ബഡ്ജറ്റ് സമ്മേളനം. ഏത് നിയമസഭയായാലും ബഡ്ജറ്റ് സമ്മേളനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനം. ആ ബഡ്ജറ്റ് സമ്മേളനം എന്നത് നീണ്ടു നിൽക്കുന്നതാണ്. നിരവധി വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുന്നതാണ്. അവിടെ ഭരണകക്ഷി തങ്ങളുടെ നേട്ടങ്ങളും പ്രതിപക്ഷം ആ കോട്ടങ്ങളുമെല്ലാം ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഗുജറാത്തിലെ സംസ്ഥാന നിയമസഭ ഒരു വർഷത്തിൽ എത്ര തവണയാണ് അതിൻ്റേതായിട്ടുള്ള പ്രവൃത്തി ദിവസങ്ങൾ എന്നുള്ളത്, അതെങ്ങനെയാണ് അത് ഫംഗ്ഷൻ ചെയ്തിട്ടുള്ളത്? അവിടുത്തെ ആ നിയമസഭയുടേതായിട്ടുള്ള കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഇന്ന് ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഇവിടെ ഇന്ത്യയിൽ ഇന്ന് ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഈ സഭയുടെ മേശപ്പുറത്ത് വന്നിട്ടുള്ള ഈ ബില്ലുകളുണ്ടല്ലോ നിയമനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായി, അങ്ങനെ വന്നിട്ടുള്ളതിൽ ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് അത് 28% താഴെയായിരുന്നുവെങ്കിൽ ഈ രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് അത് 20%-നും താഴെയാണ്. ദോശ ചുട്ടെടുക്കുന്നതിനേക്കാൾ ലാഘവത്തിലാണ് ബില്ലുകൾ പാസ്സാക്കുക. ഐസ് നോസ് എന്നുള്ളത്, എവിടെ അനുകൂലിക്കുന്നോ പ്രതികൂലിക്കുന്നോ എന്നുള്ളത്. പിന്നെ ഡിവിഷനിലേക്കൊന്നും പോകുന്നില്ല, മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ചർച്ചകൾ നടക്കേണ്ടത്, ഡിബേറ്റ്സ് നടക്കേണ്ട, ഡിസ്കഷൻസ് നടക്കേണ്ടത്. അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അത് അത്തരത്തിലുള്ളതൊരു സമന്വയത്തിൻ്റെ മാർഗം കണ്ട്, അതിന് പല മാർഗ്ഗങ്ങളുണ്ട്. എക്സ്ട്രാ പാർലമെൻ്ററി ആയിട്ട് പോലും പല കാര്യങ്ങളുമുണ്ട്. അത്ര എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് പോലും നമ്മൾ ചില അക്കോർഡ്സ്, ചില ഈ കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ. ഇതിനെല്ലാം ഇന്ത്യ ഒരു മാതൃകയാണ്. അങ്ങനെയുള്ള ഇന്ത്യയിലാണ് ഇന്ത്യയുടെ പാർലമെൻറ്റിനെ ഈ വിധത്തിലാക്കുന്നത്. ഞാൻ ഒറ്റ സെക്കൻഡോട് നിർത്തുകയാണ്. 1977 അടിയന്തരാവസ്ഥ, അറബിക്കടലിൽ നിന്നുള്ള മുദ്രാവാക്യം, ആ മുദ്രാവാക്യത്തിൻ്റെ പ്രസക്തി നമ്മൾ കണ്ടതാണ്. എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഒരു പക്ഷേ ലാൽ ഒഴികെയുള്ള നിങ്ങൾ, അസിത ഉൾപ്പെടെ നിങ്ങൾ 4 പേരും അക്കാലത്ത് ചിലരെങ്കിലും അതിനുശേഷം ജനിച്ചവരായിരിക്കും. ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു 1977. ഞാൻ ചുവരെഴുതി നടന്നൊരു സ്കൂൾ വിദ്യാർത്ഥിയാണ് ആ കാലത്തെ. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ വളരെ ശക്തമാണ്. എന്താണ്? സംഘപരിവാറിൻ്റെ വർഗീയ ദുർഭരണം അറബിക്കടലിൽ എന്നുള്ളതാണ്. ഇവിടെ വികസനത്തെ സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ എന്ത് വികസനമാണ് BJPയിൽ നിന്ന് കണ്ട് പഠിക്കേണ്ടത്? രാജ്യം വിറ്റ് തുലയ്ക്കുന്നതാണോ? വേക്കൻസികൾ അത് ഇങ്ങനെ നികത്താതെ കിടക്കുന്നതാണോ? സാമൂഹ്യനീതി അപ്രത്യക്ഷമാകുന്നതാണോ? ഈ ലോകത്തിലെ ഏറ്റവും സൈനിക ശേഷിയിൽ 4ാമത് നിൽക്കുന്ന രാഷ്ട്രത്തിൽ കരാർവൽക്കരണം നടപ്പാക്കുന്നതാണോ? എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അയൽക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നവർ എല്ലാ അയൽക്കാരുമായി മോശപ്പെട്ട ബന്ധത്തിലേക്ക് പോകുന്നതാണോ? ഫെഡറൽ സംവിധാനത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നതാണോ? എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണോ? വർഗീയതയുടെ രാഷ്ട്രീയമാണോ? വിഭജനത്തിൻ്റെ രാഷ്ട്രീയമാണോ കണ്ടുപിടിക്കേണ്ടത്? കേരളത്തിൻ്റെ വികസന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നവർ, ഞാനൊന്ന് നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, ഞാനുണ്ടായിരുന്ന പാർലമെൻറ്റിലും അതിനുശേഷവും ഞാൻ കേട്ടിട്ടുള്ളതാണ്. പ്രഖ്യാപിക്കപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പോയി. 4 ദിവസം മുമ്പ് കേരളകൗമുദി ദിനപത്രത്തിൻ്റെ 1ാമത്തെ പേജിൽ തന്നെ റെയിൽവേ കേരളത്തിൽ നിന്ന് നേടുന്നതായിട്ടുള്ള ലാഭം, കൊള്ള ലാഭം, ആ ലാഭവും ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ ഇഴയുന്നു എന്നും കടലാസിലെന്നും നടപ്പാക്കപ്പെട്ടില്ല എന്നുള്ളത്. ഏതൊക്കെ? ഈ റെയിൽവേ മെഡിക്കൽ കോളേജ് ഇല്ല, ലഭിച്ചിട്ടില്ല. എവിടെ? തിരുവനന്തപുരത്താണ് പ്രഖ്യാപിച്ചത് ഇല്ലേ? ഈ നമ്മുടെ റെയിൽവേയുടെ കോച്ച് ഫാക്ടറി പ്രഖ്യാപിച്ച പാലക്കാട്ടാണല്ലേ? ഇതുവരെ അത് വന്നിട്ടില്ലല്ലോ. ട്രാക്ക് ഡബിളിങ്ങിനെ സംബന്ധിച്ച് എന്നാ പ്രഖ്യാപിച്ച? ഇക്കാര്യത്തിൽ പുതിയ ട്രെയിനുകളെ സംബന്ധിച്ച് എന്നാ പ്രഖ്യാപിച്ചത്? അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായില്ലോ. എയിംസ് പ്രഖ്യാപിച്ചല്ലോ. എന്തേ കേരളത്തിന് അത്തരത്തിൽ എയിംസിൻ്റെ സ്ഥലമടക്കം ഈ കേരളത്തിലെ സർക്കാർ എടുത്തു കൊടുത്തിട്ട് പോലും അത്തരത്തിൽ എയിംസ് വന്നില്ല? എന്തേ വന്നില്ല? തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് എന്തേ വന്നില്ല? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതെല്ലാം
എല്ലാം ഞങ്ങൾക്ക് മുമ്പ് ശൂന്യതയും ഞങ്ങൾക്ക് ശേഷവും പ്രളയവുമാണ് എന്ന്, എല്ലാം ഞാൻ എന്നുള്ള നിലയിലേക്ക് പഴയൊരു മലയാള സിനിമാ പാട്ടുണ്ടല്ലോ, ഞാൻ എന്ന ഭാവങ്ങളെ, അത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭൂഷണമല്ല എന്ന് മാത്രമല്ല അത് അപകടകരം കൂടിയാണ്. ഡോക്ടർ സോയ ജോസഫ്, സൂററ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇവിടെ പരാമർശിച്ചു പോയി. പഴയതുപോലുള്ളൊരു സാഹചര്യമല്ലല്ലോ. ദേശീയ തലത്തിലെ എല്ലാ വിഷയങ്ങളും കേരളത്തിൽ പോലും വലിയ വാർത്തയാകാറുണ്ട്. അവിടെയാണ് ഒരു തെരഞ്ഞെടുപ്പ് വീണ്ടും വരുന്നത്. ഇപ്പോൾ താങ്കൾ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. 2019 അല്ല 20 സീറ്റും ഞങ്ങൾ നേടുമെന്ന്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അയോധ്യയിലേക്ക് പോകാൻ പോകുന്നു എന്ന് ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. CA വിഷയത്തിൽ കോൺഗ്രസിന്റെ മൗനം രാജ്യമാകെ ചർച്ച ചെയ്തതാണ്. അങ്ങനെ നിരവധി വിഷയങ്ങൾ എണ്ണി പറഞ്ഞാൽ സമയം തികയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് 20-20 എന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു? ആദ്യം തന്നെ അസിത ഒരൊറ്റ കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഡോക്ടർ ലാലിനോടും ഡോക്ടർ സമ്പത്തിനോടും കാണിച്ച അതേ സഹിഷ്ണുത എന്നോടും കാണിക്കണമെന്ന് ഞാൻ ആദ്യം തന്നെ അഭിപ്രായപ്പെടുകയാണ്. കുറച്ച് കാര്യങ്ങൾ ഡോക്ടർ ലാല് മുന്നോട്ട് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് CA ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. കോൺഗ്രസും BJP അല്ലെങ്കിൽ BJP പറയുന്നത് കോൺഗ്രസ് അതേപടി കേൾക്കണമല്ലോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. എനിക്ക് ഇന്ന് കേരളത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെ ചിത്രം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം അത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെച്ചത് വളരെ നന്നായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. EP ജയരാജൻ എന്ന് പറയുന്ന LDFന്റെ കൺവീനർ തന്നെയാണ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ ഒരു മാസം മുൻപ് പറഞ്ഞ ചില പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. കേരളത്തിൽ BJP പലയിടങ്ങളിലും 2ാം സ്ഥാനത്ത് വരുമെന്നും അതുപോലെ MT രമേശിനെ പോലെ രാജീവ് ചന്ദ്രശേഖരനെ പോലെയൊക്കെ വളരെ മികച്ച സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചത് കേരളത്തിന്റെ ജനത മറന്നിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയോ മിനിഞ്ഞാന്നുമാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത് ഗുജറാത്ത് തൂത്തുവാരും BJP എന്ന് പറയുന്നത് എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇതൊക്കെ കേരളം കേൾക്കുന്നുണ്ട്. അതുപോലെ രാജീവ് ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രസ്താവന EP ജയരാജൻ മുന്നോട്ട് വെക്കുന്നത് എന്ന് നമ്മൾ വളരെ നിങ്ങള് പ്രിയപ്പെട്ട അസിത നിരന്തരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, നമ്മൾ ഫാക്ട് വെച്ചാണ് ചർച്ച ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ ഈ വൈദേഹവും നിരാമയവും അവരുടെ 2 റിസോർട്ടുകൾ കൂടി ചേർന്നതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളൊക്കെ കേരളത്തിന്റെ മണ്ണിലുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഈ മോഡി വിരുദ്ധത പിന്നെ പറയുന്നില്ല, മോഡിക്കെതിരെ ആരോപണം താങ്കൾ കേട്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലായി താങ്കളുടെ പ്രതികരണത്തിൽ നിന്ന്. പക്ഷെ അതിനുശേഷം ഇതിന് മധ്യസ്ഥത വഹിച്ചു എന്ന് പറയുന്ന ദല്ലാൽ നന്ദകുമാർ, ഒരു മിനിറ്റ് അതിന് 2ാം ഭാഗം കൂടി ഉണ്ടല്ലോ. ഒരു ഭാഗം മാത്രം പറഞ്ഞു പോയാൽ എങ്ങനെ ശരിയാകും ഡോക്ടർ സോയ ജോസഫ്? 2ാം ഭാഗത്തിൽ ഇതിന് മധ്യസ്ഥത വഹിച്ചു എന്ന് പറയുന്ന ദല്ലാൽ നന്ദകുമാർ EP ജയരാജനെ BJP സമീപിച്ചുവെന്നും ചില അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായാൽ ഇപ്പോൾ CPM-നെ നിങ്ങൾ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പല കേസുകളും എഴുതിത്തള്ളാമെന്ന് പറഞ്ഞപ്പോൾ അതിന് സൗകര്യമില്ല എന്ന് EP ജയരാജൻ മറുപടി പറഞ്ഞു എന്നൊരു 2ാം ഘട്ട വാർത്ത കൂടി അതിനുണ്ട്. അതുകൂടി പറയൂ. അല്ല, 90% ചർച്ചകളും പൂർത്തിയായിരുന്നു എന്നാണ്. അത് കോൺഗ്രസ് പറഞ്ഞു വെച്ചതല്ല. ഇത് കോൺഗ്രസിന്റെ മേലിലേക്ക് ആരോപിക്കേണ്ട. ഇത് കോൺഗ്രസ് പറഞ്ഞു വെച്ചതല്ല. കോൺഗ്രസിന്റെ ഒരു നേതാവുമല്ല ഇത് മുന്നോട്ട് വെച്ചതും അല്ലെങ്കിൽ അതിന്റെ തെളിവുകൾ കൊണ്ടുവന്നതും. ഇത് കൊണ്ടുവന്നത് BJP-യുടെ തന്നെ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്ന ഒരാളാണ് ഇത് കൊണ്ടുവന്നത്. ശോഭാ സുരേന്ദ്രൻ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ EP ജയരാജന്റെ പേര് പറഞ്ഞിട്ടില്ല. 1, ആ പേരെന്ന് പറഞ്ഞത് K സുധാകരനാണ്. 2, അതിന് പിന്നാലെ ദല്ലാൽ നന്ദകുമാർ വാർത്താ സമ്മേളനം നടത്തി പറയുന്നു EP ജയരാജൻ ആവശ്യം അപ്പോൾ തന്നെ തള്ളിയെന്ന്. മാത്രമല്ല നോക്കൂ സോയ ജോസഫ്, തൃശൂർ മണ്ഡലത്തെ കുറിച്ചാണ് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിച്ചൂടെ, തൃശൂർ മണ്ഡലത്തിൽ CPI-യുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. അവിടെ CPM-ന്റെ കേസ് എഴുതിത്തള്ളാമെന്ന് പറഞ്ഞാൽ എന്ത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടക്കുന്നു? ഞങ്ങൾക്ക് അത്തരം ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് അത്തരം ഒരു അഡ്ജസ്റ്റ്മെന്റ് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു എന്ന് വരെ അതിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ മോഡി വിരുദ്ധതയൊന്നും കോൺഗ്രസിന് പറ്റില്ല എന്ന് പറഞ്ഞു വെക്കല്ലേ. ഡോക്ടർ ലാൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആന്റി BJP ഒരു വേവ് ഉണ്ടായിരുന്നു, അതിന്റെ ഫ്രൂട്ട് കോൺഗ്രസിന് കിട്ടി. എന്തേ CPM-ന് കിട്ടാത്തത്? താഴേക്ക് 40 വട്ടം നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞങ്ങളാണ് ഇവിടെ ബദൽ. ഞങ്ങളാണ് ഇവിടെ ബദൽ എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഈ രാജ്യത്ത് മോഡി വിരുദ്ധതയെ പ്രതിരോധിക്കാനുള്ള ഏക ബദൽ അല്ലെങ്കിൽ മോദിക്കെതിരെയുള്ള ഏക ബദൽ ഞങ്ങളാണെന്ന് നിരന്തരം പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ. എന്തേ കേരളത്തിലെ ജനത 2019 അത് വിശ്വസിച്ചില്ല? എന്തുകൊണ്ട് കേരളത്തിലെ ജനതയ്ക്ക് 2019 നിങ്ങളെ വിശ്വസിക്കാൻ സാധിച്ചില്ല? അതിനേക്കാൾ മോശപ്പെട്ട ഭരണത്തോടുള്ള അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായി നിൽക്കുന്ന അവസരമാണ് ഈ 2024-ലേത്. നിങ്ങൾ CA പറ്റി കോൺഗ്രസ് മിണ്ടിയിട്ടില്ല. ഇന്നലെ മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന AICC-യുടെ പരമോന്നതനായിട്ടുള്ള
അധ്യക്ഷൻ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനം കൈരളി ചാനലുകാർ കണ്ടു കാണില്ല, ഡോക്ടർ ലാല് കണ്ടു കാണില്ല. അതിൽ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു. അതിനു മുൻപ് രാഹുൽ ഗാന്ധി കോഴിക്കോട് വെച്ച് നടത്തിയ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പരിശോധിക്കണം കേട്ടോ ഡോക്ടർ സോയ ജോസഫ്. ആ വിഷയത്തിലേക്ക് പോകാൻ സമയമില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എം ഹസനാണ് വാർത്താ സമ്മേളനം അവസാനിക്കുന്നതിന് മുൻപ് മല്ലികാർജ്ജുൻ ഖാർഗെ തോണ്ടിയിട്ട് സിഎയെ കുറിച്ച് പറയാൻ പറയുന്നത്. അത് പറയാൻ മല്ലികാർജ്ജുൻ ഖാർഗെ കൃത്യമായ മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. സോയ ജോസഫ് ഈ പറഞ്ഞതുപോലെ ചാനലുകളൊക്കെ സംപ്രേഷണം ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ ഇന്നത്തെ വാർത്താ സമ്മേളനം കണ്ടു കാണില്ല. കേരളത്തിലായിരുന്നു അദ്ദേഹം ഇവിടെ വെച്ച് പറഞ്ഞ വാർത്താ സമ്മേളനം നിങ്ങൾ കണ്ടു കാണില്ല. ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ, അദ്ദേഹം വലിയ ആർജവത്തോടു കൂടെ ഒരൊറ്റ കാര്യം കൂടെ വലിയ ആർജവത്തോടു കൂടെ പറഞ്ഞല്ലോ, കേരളത്തിന്റെ നിയമസഭയിൽ നിങ്ങൾ ഇതിനെതിരെ പ്രമേയം പാസാക്കി, കേരളത്തിന്റെ നിയമസഭയിൽ ഞങ്ങൾ സിഐക്കെതിരെ വലിയ പ്രമേയം പാസാക്കി, ഒരൊറ്റ സർക്കാർ ഞങ്ങളാണെന്ന്. ഈ കേരളത്തിലല്ലേ ഏറ്റവും കൂടുതൽ പൗരത്വ പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തിട്ടുള്ള ആഭ്യന്തരമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നല്ലേ? 845ഓളം കേസുകൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഫൈൻ അടച്ചിട്ടുണ്ട്. എന്നിട്ട് പുറത്തിറങ്ങി ഘോരഘോരം പ്രസംഗിക്കുകയാണ്, ഞങ്ങൾ അകത്ത് നിയമം പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷെ പുറത്ത് ഞങ്ങളുടെ സമീപനം ഇതാണ്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് തൃശൂർ കോർപ്പറേഷന് മുൻപിൽ വെച്ച് നടന്ന ഈ 2ാം അല്ലെങ്കിൽ സിഎ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് BJP ഗവൺമെന്റ് ഉത്തരവിട്ടതിന് ശേഷം നടത്തിയ ഒരു പൗരത്വ പ്രതിഷേധ സമരത്തിൽ ആ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോ പിണറായി വിജയന്റെ വാറോല പിടിച്ച് തൃശൂരിന്റെ ACP അവിടെ വന്ന് പറയാണ്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തു, ഈ പരിപാടി ഇവിടെ തുടരരുത്. സമയം ആ വൈകിട്ട് 5:30 വന്ന് പറയാണ് ഈ പരിപാടി നിർത്തണം എന്ന് പറഞ്ഞത് ഇതേ കേരളത്തിലാണ്, ഇതേ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കേരളത്തിലാണ്. അതുകൊണ്ട് ഈ ഇരട്ടത്താപ്പൊന്നും പിന്നെ കോൺഗ്രസ്സുകാരുടെ അടുത്തോ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ അടുത്തോ കേരളത്തിലെ പ്രബുദ്ധരായ മനുഷ്യരുടെ അടുത്തോ നിങ്ങൾ പറഞ്ഞു വെക്കല്ലേ. ഇതൊക്കെ ആളുകൾ മനസ്സിലാക്കും, ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ട് പിണറായി വിജയൻ കഴിഞ്ഞ ഒരു മാസമായി സെന്റൻസ് പറയൂ. എന്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി പ്രിയങ്കയും അയോധ്യയിലേക്ക് പോകുന്നുണ്ടോ എന്ന് കേരളത്തിലെ വിഷയം? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോകുന്നതിനെ പറ്റിയാണ് നിങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നത്. ഇത്തരത്തിൽ വർഗീയമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് BJPയുടെ ഒപ്പം തന്നെ അജണ്ട സെറ്റ് ചെയ്യുകയാണ്. നിങ്ങളും BJPയുടെ ഒപ്പം തന്നെ അജണ്ട സെറ്റ് ചെയ്യുകയാണ്. എന്ത് മോഡി വിരുദ്ധതയാണ് കേരളത്തിൽ CPM-നുള്ളത്? എന്ത് മോഡി വിരുദ്ധ പ്രസ്താവനകളാണ് കേരളത്തിലെ നിങ്ങളുടെ നേതാവ് പിണറായി വിജയൻ നടത്തുന്നത്? രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിക്കാനല്ലാതെ കോൺഗ്രസിനെതിരെ എന്തിനാണ്? പിന്നെ നേരത്തെ ലാൽ പറഞ്ഞൊരു കാര്യം ഇതാണ്, ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്ന്. അത് കൃത്യമായി നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഈ CAA ഇങ്ങനെ ചുറ്റിപ്പിടിക്കുന്നത്? ഞങ്ങളാണ് ഡോക്ടർ സോയ ജോസഫ്. പക്ഷേ ന്യൂനപക്ഷ വോട്ടുകളുടെ കാര്യം താങ്കൾ പറയുമ്പോൾ ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് 5 നേരം നമസ്കാരമുള്ള ദീനിയായ യുവാവിന് വോട്ട് ചെയ്യണമെന്ന് വാട്സ്ആപ്പ് സന്ദേശങ്ങൾ കേരളത്തിൽ ഇങ്ങനെ വടകര മണ്ഡലത്തിൽ ഇങ്ങനെ പറന്നു നടക്കുന്നത്. ചർച്ചയിലേക്ക് വീണ്ടും വരുമ്പോൾ ചുരുങ്ങിയ വാക്കുകളിൽ എല്ലാവരും മറുപടി പറഞ്ഞ് സഹകരിക്കണമെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. ഡോക്ടർ എ സമ്പത്ത്, ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയങ്ങൾക്കൊപ്പം വന്നതാണ് സോയ ഇവിടെ ഉന്നയിച്ച EP ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയം. രാഷ്ട്രീയ ആരോപണമാണ്, മറുപടി. അല്ല, സഖാവ് EP ജയരാജനെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും വേട്ടയാടാനായി മാത്രമല്ല, അത് CPM-ന്റെ നേതാക്കളെ മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെല്ലാവരും. ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്നു, CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് സഖാവ് പിണറായി വിജയൻ്റെ കുടുംബാംഗങ്ങളെല്ലാം വേട്ടയാടാൻ ഇത്തരത്തിൽ ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആരോപണങ്ങൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ, കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ ഇത്തരം ചർച്ചകളിൽ സമ്പത്തും അഡ്വക്കേറ്റ് സോയയും അതുപോലെ തന്നെ ജിൻഡുവും, അപ്പോൾ ഇത് നമ്മൾ മഴ പെയ്ത് തീർന്നാലും മരം പെയ്തുകൊണ്ടേയിരിക്കുമെന്നുള്ളത് പോലെ തന്നെ ഇത് ഈ വോട്ടെണ്ണി കഴിഞ്ഞാലും നമ്മുടെ ചർച്ചകളുടേത് അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഞാൻ സോയയോട് ഒരു കാര്യം മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അഭിഭാഷകയാണല്ലോ എൻ്റെ സഹോദരി. നമ്മൾ ഈ കേരളത്തിൽ കോൺഗ്രസ് ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി അത്തരത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തേണ്ടി വന്നെങ്കിൽ നല്ലതാണ്. കാരണം കേരളം അത്തരത്തിൽ CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ നിലപാടെടുത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ നടന്നില്ല. ഇവിടെ മീൻചട്ടിയിലെ മീൻപിടുത്തത്തിൻ്റേതാണ് പോയത്. ഇവിടെ 629 കേസുകൾ പിൻവലിച്ചതായി ഈ മുഖ്യമന്ത്രി തന്നെ സഖാവ് പിണറായി തന്നെ ഇക്കാര്യത്തെ സംബന്ധിച്ച് പറയുകയുണ്ടായി. തീരുന്നില്ല. ഇതിൽ 206 കേസുകളിൽ 84 കേസുകൾ അത് വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത് കോടതികളുടേതായിട്ടുള്ള പരിഗണനയിലാണ്. ഇനി നമ്മളാരെങ്കിലും കോടതിയിൽ പിഴ കെട്ടിവെക്കണമെന്ന് പറഞ്ഞാൽ റോഡിൽ ജാഥ വിളിച്ചതിൻ്റെ പേരിൽ ഫൈൻ കെട്ടിവെക്കാൻ പറയില്ലല്ലോ. പൊതുമുതൽ നശിപ്പിച്ചാലല്ലേ അത്തരം കാര്യങ്ങൾ നമ്മൾ ബെയിലെടുക്കുമ്പോഴേക്കും അല്ലേ പൊതുമുതൽ നശീകരണം എന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ നമ്മൾ പിഴ കെട്ടിവെക്കണം, പിഴ കെട്ടിവെച്ചാലാണ് ബെയിൽ കിട്ടുക. അല്ലാതെ റോഡിൽ പ്രകടനം നടത്തിയാൽ അങ്ങനെ വരാനൊരു സാധ്യതയില്ലല്ലോ. മറ്റൊന്ന്, നമ്മൾ പൊതുയോഗം നടത്തുന്നു, അത്തരം കാര്യങ്ങൾ ഇത്ര മണി ഇത്രാം തീയതി ഇത്ര മണി വരെ എന്നുള്ള നിലയിലാണ് നമുക്ക് അത്തരത്തിലുള്ള അനുമതി കിട്ടുക. അതിനിടയിൽ ഞാനായിരുന്നാലും ശരി തന്നെ മറ്റാരായാലും ശരി തന്നെ അതിനിടയിൽ തന്നെ ആ പ്രസംഗം എന്നുള്ളത് നിർത്തുകയല്ലാതെ മാർഗ്ഗമില്ല. വേറൊരു കാര്യം, കേരളത്തിലെ സർക്കാർ ഈ കേസുകൾ പിൻവലിക്കുന്നത് സംബന്ധിച്ച് നടപടികളുമായി പോയപ്പോഴാണ് BJPയുടെ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. ഇതൊരു കാരണവശാലും പിൻവലിക്കാനായി പാടില്ല
എന്ന് പറഞ്ഞിട്ട് അത്തരത്തിലേക്ക് പോയത്. ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് തന്നെ ഈ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. ഇവിടെ ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. സമാധാനപരമായും വിവേകത്തോടു കൂടിയും കൃത്യമായി തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ നമ്മളെല്ലാ സമ്മതിദായകരോടും അഭ്യർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമാണ് എനിക്ക് പറയാം. തീർച്ചയായും. സോയ, ഒരു ചെറിയ കമന്റ്, എനിക്ക് സമയമില്ല, പ്രിന്റുവിലേക്ക് ലാൽകുമാറിലേക്ക് പോകണം, ഞാൻ കണ്ടു കൈബുക്കുന്നു. ചെറിയ കമന്റ് പറഞ്ഞോളൂ വേഗം. തീർച്ചയായും പറഞ്ഞു വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരം ചർച്ചകളിലേക്ക് കാര്യങ്ങൾ ഒതുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിലനിൽക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സിദ്ധാർത്ഥന്റെ കേസ് ഉൾപ്പെടെ വിലക്കയറ്റം ഉൾപ്പെടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കൂടി പോകണം. പ്രിന്റു ദയവായി ഒരു മിനിറ്റിൽ ചുരുക്കണം. ഈ നരേന്ദ്രമോദിയുടെ രാജസ്ഥാൻ പ്രസംഗം വളരെ വലിയ തരത്തിൽ നിങ്ങൾ ന്യായീകരിച്ചിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. എന്താകുമെന്നത് രണ്ടാമത്. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ടല്ലോ. ന്യൂനപക്ഷത്തിന്റെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ഏതെങ്കിലും വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷുബ്ധാവസ്ഥയിൽ നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ കേരളത്തിന്റെ ശാന്തിയും സമാധാനവും തകർക്കാൻ ശ്രമിക്കുന്ന ഇടത് വലത് മുന്നണികൾക്കുള്ള ശക്തമായിട്ടുള്ള താക്കീതായിരിക്കും മുസ്ലിം സമുദായത്തിന്റെ സമാധാനം കെടുത്താൻ ശ്രമിച്ച നരേന്ദ്രമോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. കണ്ടിരുന്നോ? നിങ്ങളാണ് ഇവിടെ ശാന്തിയും സമാധാനത്തോട് പോകുന്ന മുസ്ലിം സഹോദരന്മാരെ സിഎയുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളാണ് തമ്മിലടിപ്പിക്കുന്നത്. ബീഫിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ഗുജറാത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, രാമക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അന്ത്യമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ശക്തമായിട്ട് പറയാനുള്ള നടിക്കുകയാണോ? അല്ല, സിഎ ഈ പറയുന്ന സോയയുടെ ആളുകൾക്ക് ഉത്തരേന്ത്യയിൽ പോയിട്ട് കാണിക്കുന്നില്ല. അറിയില്ല അങ്ങനെ ഒരാളെ, അങ്ങനെ ഒരാളുണ്ട്. രാജസ്ഥാനിൽ ഒരു പ്രസംഗം പ്രധാനമന്ത്രി വാക്കുകൾ നിങ്ങൾ വളച്ചൊടിക്കല്ലേ? രാജസ്ഥാനിലെ പ്രസംഗത്തെ നിങ്ങൾ വളച്ചൊടിക്കല്ലേ? മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യത്തെ അദ്ദേഹം കോട്ട് ചെയ്യുകയാണ്. ഈ രാജ്യത്തിന്റെ സർവ്വസമ്പത്തിന്റെ അവകാശികളെ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വേർതിരിക്കുന്നു. അതിനെയാണ് അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത്. സോയയ്ക്ക് അതിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെന്ന് എനിക്കറിയാം. അവർ കോൺഗ്രസിനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ദയവായി സമയമില്ലാത്തതുകൊണ്ടാണ് ലാൽ അതിനൊരു മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കും ഞാൻ കരുതുകയാണ്. ലാൽ, ജനാധിപത്യപരമായ ഒരുപാട് വിഷയങ്ങൾ വന്നു, സമയപരിമിതിയും ഉണ്ട്. പക്ഷേ ഒന്നോ രണ്ടോ മിനിറ്റിൽ ഒന്ന് ഒതുക്കണം. ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധനയ്ക്ക് ശേഷമാണ് വിശദീകരണം ചോദിച്ചത്. അതെന്താകുമെന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷേ BJP പറയുന്നത് പോലെ ഒരു നറേറ്റീവിന് അപ്പുറം അതിൽ ചിലതുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും അംഗീകരിക്കേണ്ടി വരുന്നുണ്ട്. അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർ പാലിക്കേണ്ട ഇമ്പാർഷ്യാലിറ്റി പല കാര്യത്തിലും പാലിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് എനിക്ക്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ഉദാഹരണം, കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ ഫ്ലൈറ്റ് പരിശോധിക്കുന്നു, എയർക്രാഫ്റ്റ് പരിശോധിക്കുന്നു. മോഡിയുടെ എയർക്രാഫ്റ്റ് പരിശോധിക്കുമോ? പരിശോധിക്കത്തില്ല. അത് എൻ്റെ പ്രശ്നം അതല്ല. അത് പരിശോധിക്കുന്നു എന്ന് പറയാനുള്ള ശക്തി കോൺഗ്രസ്സുകാർക്കില്ലെന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഇവിടെ നോക്കൂ, എന്നിലേക്ക് അശ്വിത നേരത്തെ വരണമായിരുന്നു. കാര്യം എനിക്ക് മറുപടി പറഞ്ഞ ഒരാൾക്ക് മറുപടി കൊടുക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. എനിക്കപ്പോൾ ഒരു മിനിറ്റ് കിട്ടിയേ പറ്റൂ. BJP സെൻറ്റിമെൻറ്റ്സ് കേരളത്തിലുണ്ടായത് നിങ്ങളിലേക്ക് വന്നു, വോട്ട് വന്നു, നിങ്ങൾക്ക് അതിൻ്റെ ഫ്രൂട്ട് ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞു. കുഴപ്പം നിങ്ങൾക്ക് രാജ്യത്തൊരു പ്രധാനമന്ത്രിക്കൊരു വോട്ട്, നിങ്ങൾ എന്നെ ഈ പ്രാവശ്യം പ്രധാനമന്ത്രിക്ക് ഒരു വോട്ടുണ്ടെന്ന് പറയാഞ്ഞത്? രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി, ഞങ്ങളുടെ പ്രധാനമന്ത്രിക്ക് ഒരു വോട്ടെന്ന് പറഞ്ഞു എവിടെയെങ്കിലും ഒരു ബാനർ കണ്ടോ? 2019 നിങ്ങൾക്ക് ആ ബാനർ ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നോ? നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. കാര്യം അമേഠിയിൽ നിന്ന് ഒളിച്ചോടി വന്നിരിക്കുക. ഇവിടെ അമേഠി മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ നമ്മൾ പിന്നെ തീരുമാനിക്കും. അതായത് കബഡി വെച്ച് തീരുമാനിക്കണം അവിടെ മത്സരിക്കുന്നുണ്ടോ എന്ന്. അവിടെ തോപ്പിച്ച ആൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വാ ധൈര്യമുണ്ട്, വാ ധൈര്യമുണ്ട്, വാ ധൈര്യമുണ്ട്, വാ എന്ന് പറയുക. അദ്ദേഹം ചിലപ്പോൾ നാളെ അവിടെ മത്സരിക്കുമായിരിക്കാം. പക്ഷെ നാളെ മത്സരിക്കുന്നും ഞാനവിടെ മത്സരിക്കുമെന്ന് കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവ് പറയണ്ടേ? അദ്ദേഹം ഇച്ചിരി മൂക്കണം അത് പറയണമെങ്കിൽ. അത്ര മൂപ്പേ രാഹുൽ ഗാന്ധിക്ക് ഉള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ എതിർക്കുന്നത്. അല്ലാതെ രാഹുൽ ഗാന്ധിയോട് പിണക്കുണ്ടായിട്ടില്ല. രാജസ്ഥാനിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ടെങ്കിൽ രാജസ്ഥാനിൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വോട്ട് കോൺഗ്രസിന് തന്നെയാണ്, അതിന് സംശയമില്ല. കാര്യം BJP വിരുദ്ധതയാണ് ആ വോട്ട്, അത് നിങ്ങൾക്കും അറിയാം. അപ്പം നിങ്ങൾ പറയുന്നത് എന്താ? BJPയുമായിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ EP ജയരാജൻ്റെ കാര്യം പറഞ്ഞല്ലോ. EP ജയരാജൻ്റെ എതിരെയുള്ള ആരോപണം ഇന്ന് വൈകുന്നേരം അവർക്ക് തോന്നി, ഇന്നാ തോന്നിയത്. ഏതാ? നിങ്ങൾ ജനങ്ങൾ എന്നെ ഒന്ന് കേൾക്കേണ്ട ഒരു കാര്യമാണ്. CPIMൻ്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പർക്കെതിരെയുള്ള ആരോപണം തെരഞ്ഞെടുപ്പിന് തലേ ദിവസം അത്രയും ദൂരം ഒരു ഗുരുവായൂർ വഴിപാടിന് പോയിരിക്കുകയായിരുന്നു.
അപ്പം ഇത് ആസൂത്രിതമായി ഉണ്ടാക്കിയതാന്ന് ഊഹിക്കാൻ മണ്ടന്മാർക്ക് പോലും ഊഹിക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ അവസാന നിമിഷം ഈ കാരോ ഇറക്കി കാണിക്കുമ്പോൾ. കാര്യം നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഈ നാട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന അത്ര അധപ്പതിച്ച രാഷ്ട്രീയമായതുകൊണ്ട് കുറേ നാളുകളായി. ഞാനത് സോയയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല പറയുന്നത്, മൊത്തത്തിൽ BJP ചേർത്തായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അധപ്പതിച്ച രാഷ്ട്രീയം എന്ത് ചെയ്യുമെന്നുള്ള ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞല്ലേ സുധാകരൻ രാവിലെ എഴുന്നേറ്റ് പറയുന്നു അത് EP ജയരാജനാണ്. EP ജയരാജനാന്ന് പറയുന്ന സുധാകരൻ പറഞ്ഞതിന് ശേഷം ഉടനെ ആലപ്പുഴയിലെ BJP സ്ഥാനാർത്ഥി പറയുന്നു. ആര് തമ്മിൽ അന്തർധാര? ക്ലിയർ ആണ് ലാൽകുമാർ. എനിക്ക് സമയപരിമിതി ഉണ്ട്, ദയവായി ക്ഷമിക്കണം. എല്ലാവരും കൈ ഉയർത്തുന്നതും ഞാൻ കാണുന്നുണ്ട്. പക്ഷെ സമ്പത്ത് പറഞ്ഞതുപോലെ മഴ കഴിഞ്ഞാലും മരം പെയ്യുമെന്ന് പറയുന്നത് പോലെ ഈ വിഷയങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലും നമ്മുടെ മുന്നിലേക്ക് വരും. എല്ലാവർക്കും ഒറ്റ വാക്കിൽ വളരെ നന്ദി ന്യൂസ് ആൻഡ് വ്യൂസിൽ സഹകരിച്ചതിന്.